ഇല്ല ഹസ്ന, തുടങ്ങിയില്ല. Okay. Okay, good morning. Good afternoon to all. Good afternoon, miss. Good afternoon, ma'am. Yeah, start with the prayer. ഈശ്വര കൈകൂപ്പി നിൽപ്പൂ ഞാൻ നിൻ മുന്നിൽ ഈറനണിഞ്ഞ മിഴികളോടെ കാരുണ്യമെന്നിൽ ചൊരിയണേ ഭൂവിന് കാരണമായുള്ള തമ്പുരാനെ. അച്ഛനും അമ്മയും എന്തു പറഞ്ഞാലും അക്ഷരം തെറ്റാതനുസരിച്ചും കൂടെ പഠിക്കുന്ന കുട്ടികളെ തൻ്റെ കൂടെ പിറപ്പുകളായി നനച്ചും ഉള്ളിൽ വെളിച്ചം പകരും ഗുരുവിനെ ഉണ്മയിൽ സ്നേഹിച്ചും ആദരിച്ചും മാതൃഭൂമിനായി ജീവൻ ത്യജിച്ചൊരെ മാതൃകയായിട്ട് സ്വീകരിച്ചും ഈശ്വര കൈകൂപ്പി നിൽപ്പൂ ഞാൻ നിൻ മുന്നിൽ ഈറനണിഞ്ഞ മിഴികളോടെ കാരുണ്യമെന്നിൽ ചൊരിയണേ ഭൂവിന് കാരണമായുള്ള തമ്പുരാനെ. താങ്ക് യു മാം. നമസ്കാരം. ഇന്ന് ഫെബ്രുവരി 21. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത നിങ്ങൾക്കറിയാമോ? മാതൃഭാഷാ ദിനമാണ്. അതെ, ഇന്ന് അന്താരാഷ്ട്ര മാതൃഭാഷാ ദിനം. യുനെസ്കോ പ്രഖ്യാപിച്ച പ്രകാരം ലോകമെമ്പാടും ഫെബ്രുവരി 21 അന്താരാഷ്ട്ര മാതൃഭാഷാ ദിനമായി ആചരിക്കുന്നു. 1952 ബംഗ്ലാദേശിന്റെ തലസ്ഥാനമായ ധാക്കയിൽ വിദ്യാർത്ഥികൾ സ്വന്തം ഭാഷയായ ബംഗാളിക്ക് അംഗീകാരം ആവശ്യപ്പെട്ട് നടത്തിയ സമരത്തിനിടെ ജീവൻ നഷ്ടപ്പെട്ടവരെ സ്മരിക്കാനാണ് ഇന്ന് ഈ ദിവസം തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. മാതൃഭാഷ നമ്മുടെ വ്യക്തിത്വത്തിന്റെ അടിത്തറയാണ്. ഒരു കുട്ടിയുടെ ചിന്ത, വികാരം, അറിവ് എന്നിവയുടെ വളർച്ചയിൽ മാതൃഭാഷയ്ക്ക് വലിയ പങ്കുണ്ട്. വിദ്യാഭ്യാസത്തിന്റെ ആദ്യ കാലഘട്ടങ്ങളിൽ മാതൃഭാഷയിലുള്ള പഠനം ലഭിക്കുന്നത് കുട്ടികൾക്ക് എളുപ്പത്തിൽ അറിവ് കൈവരിക്കാൻ സഹായിക്കുന്നു. മലയാളം പോലുള്ള സമ്പന്നമായ ഭാഷകൾ നമ്മുടെ സംസ്കാരവും പാരമ്പര്യവും പ്രതിഫലിപ്പിക്കാനും വളർന്നു വരുന്ന നമ്മുടെ തലമുറ നമ്മുടെ മാതൃഭാഷയായ മലയാളം എനിക്കറിയില്ല എന്ന് പറയുന്നത് ഒരു അംഗീകാരമായിട്ടാണ് കാണുന്നത്. അതിനാൽ കുട്ടികളിൽ നിന്നും മുതിർന്നവരിൽ വരെ എല്ലാവരും മാതൃഭാഷയുടെ പ്രാധാന്യം മനസ്സിലാക്കി അതിനെ വളർത്താൻ ശ്രമിക്കണം. പ്രശസ്ത കവി കുമാരനാശാൻ പറഞ്ഞതുപോലെ ഭാഷ എന്നത് മനുഷ്യന്റെ ചിന്തകളുടെ പ്രതിബിംബമാണ്. ഇത് ഭാഷയുടെ പ്രാധാന്യത്തെ വ്യക്തമാക്കുന്നു. അതുപോലെ വള്ളത്തോൾ നാരായണ മേനോൻ വരികളിൽ എന്റെ ഭാഷ എന്റെ അഭിമാനം എന്ന സന്ദേശം നമ്മുടെ മാതൃഭാഷയെ സ്നേഹിക്കാൻ പ്രേരിപ്പിക്കുന്നു. ഇന്നത്തെ കാലഘട്ടത്തിൽ പല ഭാഷകളും ഇല്ലാതാകാനുള്ള ഭീഷണിയിലാണ്. അതിനാൽ നമ്മുടെ മാതൃഭാഷയായ മലയാളത്തെ സംരക്ഷിക്കുകയും വളർത്തുകയും ചെയ്യേണ്ടത് നമ്മുടെ കടമയാണ്. ONV കുറുപ്പ് പറഞ്ഞത് മലയാളം നമ്മുടെ ഹൃദയത്തിന്റെ ഭാഷയാണ്. അതുകൊണ്ട് മലയാളം സംസാരിക്കുകയും എഴുതുകയും പ്രചരിപ്പിക്കുകയും ചെയ്യണം. അവസാനമായി മാതൃഭാഷാ ദിനം നമ്മെ നമ്മുടെ ഭാഷയെ സ്നേഹിക്കാനും സംരക്ഷിക്കാനും പ്രചോദിപ്പിക്കുന്ന ഒരു ദിനമാണ്. മാതൃഭാഷയാണ് നമ്മുടെ ആത്മാവിന്റെ ശബ്ദം എന്ന ബോധ്യം കൈവരിച്ച് നമ്മുടെ ഭാഷയും സംസ്കാരവും സംരക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകാം. നന്ദി, നമസ്കാരം. സൈനിങ് ബൈ ഗോപിക ഇസ്മായിൽ. Thought of the day: learning is a treasure that will follow you everywhere. So try to learn new things in each day. പഠനം നിങ്ങളെ എവിടെയും അനുഗമിക്കുന്ന ഒരു നിധിയാണ്. ഓരോ ദിവസവും പുതിയതായി എന്തെങ്കിലും അറിയാൻ ശ്രമിക്കുക. I will repeat: learning is a treasure that will follow you everywhere. So try to learn new things in each day. Thank you. Okay,
So once again, good afternoon to all. Good afternoon, Miss. Good afternoon, ma'am. Good afternoon, ma'am. Okay, lunch ഒക്കെ കഴിച്ചല്ലോ? ഇല്ല. കഴിച്ചു. Okay. അപ്പൊ ഇന്ന് മാതൃഭാഷാ ദിനാണ്. എത്ര പേരുടെ മക്കൾക്ക് നമ്മുടെ മലയാളം അറിയാം? അറിയാല്ലേ? എല്ലാവർക്കും പറയാനറിയാം, എഴുതാനൊക്കെ അറിയോ? അറിയാം. പഠിച്ചു വരുന്നുള്ളൂ മിസ്സേ. പഠിച്ചു വരുന്നുള്ളൂ. ഒരാള് UKG ഒരാള് 3ാം ക്ലാസ്സില്. എന്റെ അതെ, മോൾക്ക് ഇംഗ്ലീഷ് ഓക്കെ, മലയാളം അങ്ങോട്ട് LKG പക്ഷെ കഷ്ടപ്പെടാണെങ്കിൽ എഴുതിക്കോളൂ കേട്ടോ. കാരണം ഏറ്റവും എല്ലാവരുടെയും മാതൃഭാഷയെക്കാളും ഫസ്റ്റ് മാതൃഭാഷ നമ്മുടെയാണ്. പഠിപ്പിച്ചെടുക്കാം. മാതൃഭാഷ എപ്പോഴും നമ്മള് കീപ്പ് ചെയ്യേണ്ടതാണ് അല്ലെ? നമ്മള് ഹൃദയത്തോട് ചേർക്കേണ്ട ഒരു ഭാഷയും കൂടിയാണ് മലയാളം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് മാതൃഭാഷ ദിനമാണ് അല്ലെ? അപ്പൊ എല്ലാവരും മലയാളം പഠിപ്പിക്കുക കുട്ടികളെ. ഓക്കെ, എന്നിട്ട് ഞാൻ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നത് അല്ലെ? അതൊക്കെ പറഞ്ഞിട്ടാണ് ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോ സുഖമല്ലേ എല്ലാവർക്കും? സുഖം. മിസ്സിനോ? മിസ്സേ, രമ്യ ടീച്ചിങ് പ്രാക്ടീസ് കംപ്ലീറ്റ് ആക്കിയിട്ട് വന്നിട്ടുണ്ട്. എക്സ്പീരിയൻസ് ചോദിക്കാം. അതെ, നമുക്ക് ഓരോരുത്തരും പ്രാക്ടീസ് കഴിഞ്ഞ് വരുമ്പോ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നുണ്ട്. ഞാൻ ചെയ്യുന്നല്ല കേട്ടോ, മറ്റുള്ളവർക്ക് കുറച്ചൊരു യൂസ്ഫുൾ ആണ്. അപ്പൊ സ്റ്റാർട്ട് ചെയ്തോളൂ. അങ്ങനെ ഫസ്റ്റ് തുടങ്ങി എന്തൊക്കെയായിരുന്നു, എങ്ങനെയൊക്കെയാണ്? കാരണം ഇവർക്ക് അത് കേൾക്കാൻ വേണ്ടി ക്യൂരിയോസിറ്റി ആണ്. ക്യൂരിയസ് ആണ് ഇവര്, അത് എങ്ങനെയാണ് എന്ന് അറിയണ്ട എല്ലാവർക്കും. ഞാന് എന്റെ വീടിനടുത്തുള്ള കുറെ സ്കൂളുകളിൽ ചോദിച്ചായിരുന്നു, CBSE അപ്രൂവ്ഡ് ആയിട്ടുള്ള സ്കൂളുകളിൽ. പക്ഷെ എനിക്ക് അവിടെ ഒന്നും കിട്ടിയിട്ടില്ലായിരുന്നു. കാരണം ഏതാണ്ട് ഫെബ്രുവരി ലാസ്റ്റ് ആയല്ലോ, അപ്പം പോർഷൻസ് ഒക്കെ ഓൾമോസ്റ്റ് കവറായി. അപ്പം പുതിയതായിട്ട് ആരെയും എടുക്കുന്നില്ല എന്നുള്ളൊരു റിയാക്ഷനാണ് എനിക്ക് കിട്ടിയത്. പിന്നെ ഞാൻ വെറുതെ ആണെങ്കിലും എന്റെ മക്കള് പഠിക്കുന്ന സ്കൂളില് ടീച്ചറിനോട് അന്വേഷിച്ചു. അപ്പം അവരുടെ തന്നെ ഒരു നഴ്സറി നടത്തുന്നുണ്ട്, അവിടെ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പം സാറിനോട് സംസാരിച്ചപ്പോഴത്തേക്കും ഓക്കെ പറഞ്ഞു. അവിടെ പ്രീ KG, LKG, UKG ഇങ്ങനെ എല്ലാത്തിലും ഓരോ ഡിവിഷൻ മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ പോയ സമയത്ത് UKG പഠിപ്പിക്കുന്ന മിസ് അപ്പോഴും ലീവായിരുന്നു, കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് കാരണം ലീവായിരുന്നു. അന്ന് തൊട്ടേനെ അപ്പൊ എനിക്ക് UKG ഫസ്റ്റ് ഡ്യൂട്ടി കിട്ടിയത്. എന്തൊക്കെയാണ് പഠിപ്പിക്കേണ്ടതെന്നുള്ള ഒരു ഐഡിയ ഒന്നും എനിക്ക് വലുതായിട്ടില്ലായിരുന്നു. ഇപ്പൊ പോർഷൻസ് ഒക്കെ ഇതുവരെ കവറായി എന്ന് ചോദിക്കാനായിട്ട് മിസ് ഇല്ലല്ലോ. അപ്പം LKG മിസ്സാണ് എനിക്ക് കുറെയൊക്കെ പറഞ്ഞത്, ഇങ്ങനെയൊക്കെയാണ് പോർഷൻസ് എടുക്കേണ്ടത്, ഇതൊക്കെയാണ് എടുത്ത് തീർത്തത് എന്നൊക്കെ ഒരു ചെറിയൊരു ഐഡിയ തന്നു. അതിന് പ്രകാരം പോയി. പിന്നെ പിള്ളേരുടെ കാര്യം പറയുകയാണെങ്കിൽ എല്ലാം ഒന്നിനു വെച്ചെന്നെങ്കിൽ പറയാം. ഇവിടെ വരാൻ പറഞ്ഞാൽ അവിടെ പോവും. പക്ഷെ രസമാണ് അവരുടെ ആ ഒരു സംസാരവും റെസ്പോൺസും ഒക്കെ കാണാനൊക്കെ നല്ല രസമാണ്. പിന്നെ എവിടെ പോയാലും എല്ലാത്തിലും ഒരു വില്ലൻ എന്ന് പറഞ്ഞ രീതിയിൽ ക്ലാസ്സിൽ UKG ഒരാളുണ്ട്. പക്ഷെ ആ കുട്ടി പഠിക്കാൻ മോശമായിട്ടൊന്നല്ല, എനിക്ക് തോന്നുന്നു ഫാമിലിയിൽ നിന്നും കിട്ടുന്ന ഒരു ചായ്വ് അങ്ങനെയാണ്. അത് കാരണം ക്ലാസ്സിൽ വരുമ്പോഴും ആ ഒരു ബിഹേവിയർ ആണ് കാണിക്കുന്നത്. പക്ഷെ സ്നേഹമൊക്കെ ഉണ്ട്. ലാസ്റ്റ് ഡേക്ക് മുന്നേ ദിവസം ഞാൻ നിർത്തുകയാണ്, നാളത്തെ കൂടെ ഉള്ളൂ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അയ്യോ അതെന്താ ടീച്ചർ നിർത്തുന്ന, മടിയായിട്ടാണോ വരാത്തതെന്നൊക്കെ എന്നോട് ചോദിച്ചു. പഠിപ്പിക്കുന്ന കാര്യത്തില് വലിയ പ്രശ്നമൊന്നുമില്ല, കുട്ടികളൊക്കെ നല്ല റെസ്പോൺസ് ഒക്കെ ആയിരുന്നു. പിന്നെ ഇടയ്ക്ക് 2-3 ദിവസം LKG എനിക്ക് പഠിപ്പിക്കാനായിട്ട് കിട്ടി. അവിടെ നമ്മള് ഉണ്ടാക്കിയ കുറെ ആക്ടിവിറ്റീസിന്റെ സാൻഡ് പേപ്പറിന്റെയും ഫ്ലാഷ് കാർഡ്, പിക്ചർ കാർഡ് അങ്ങനെ കുറെയൊക്കെ പറഞ്ഞു കൊടുക്കാനൊക്കെ പറ്റി. കുഴപ്പമില്ല, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഓക്കെ, ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ എമ്മിയോട്? ഇല്ല, ഒന്നുമില്ല. ഓക്കെ, അപ്പൊ എല്ലാവരും ജയശ്രീ ആണെങ്കിൽ വന്നിട്ടില്ല അല്ലെ? ഇപ്പോഴും പ്രാക്ടീസ് ആണോ? ജയശ്രീക്ക് അടുത്ത ആഴ്ചയും കൂടെ ഉണ്ടെന്ന് പറഞ്ഞു.
ജയശ്രീ ചേച്ചി ക്ലാസ് കയറി ഹായ് മിസ്, ഹായ്. ഇന്ന് ഹാജരാണോ? ഇന്നില്ല സ്കൂളില്. സാറ്റർഡേ ആണല്ലോ. ഓ ഇങ്ങനെയോ. ഇന്ന് സാറ്റർഡേ. വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു മിസ്. അതിൽ തന്നെ കിട്ടിയത് മിസ് ക്ലാസ് ടീച്ചർ ഇല്ലാത്ത ക്ലാസ് ആയിരുന്നു. pre-KG ആയിരുന്നു കിട്ടിയത്. അപ്പൊ അന്ന് തന്നെ ഏകദേശം എക്സ്പീരിയൻസ്ഡ് ആയി മിസ്. കാരണം കുട്ടികൾക്ക് ഇതേപോലെ 4 ടീച്ചേഴ്സായി മാറുന്നു. ഇങ്ങനെ ട്രെയിനിങ് ആയിട്ട് അവരുടെ മിസ്സിന് സുഖമില്ലായിരുന്നു. അപ്പൊ അങ്ങനെ ഇതേപോലെ തന്നെ അവരെ ഇത്തിരി മേയ്ക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടി. കുറച്ചു നേരമൊക്കെ കുട്ടികൾ നല്ല രീതിയിൽ ഇരുന്നു, ആക്ഷൻ സോങ് പാടി അങ്ങനെയൊക്കെ ഇരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോ പിന്നെ പിന്നെ കണക്കിന് ഇരുത്തി. പിന്നെ LKG ഒന്നും കുഴപ്പമുണ്ടായില്ല. LKG ക്ലാസ് മോളുടെ ക്ലാസ്സും കിട്ടിയായിരുന്നു. അവിടെ ഇതേപോലെ തന്നെ അവർക്ക് പഠിപ്പിക്കുന്ന പോർഷൻസ് തന്നെയാണ് ഞാൻ എടുത്തുകൊണ്ട് പോയത്. അപ്പൊ അതുകൊണ്ട് റെഫർ ചെയ്തത് അവർക്ക് എക്സാമിന്റെ ഇപ്പൊ ഉള്ള പോർഷൻസ്. അപ്പൊ അതൊക്കെ കുട്ടികൾ പെട്ടെന്ന് പെട്ടെന്ന് ക്യാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. സാൻഡ് പേപ്പർ വർക്ക്സ്, നമ്മളുടെ എന്താണ് കളർ ടാബ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് അവരെ പഠിപ്പിച്ചത്. പിന്നെ കുറച്ച് അനിമൽസിന്റെ പിക്സ്, ബേർഡ്സ് അങ്ങനെയൊക്കെയുള്ള സ്പെഷ്യല് ഇതൊക്കെ നോക്കി പഠിപ്പിച്ചു. പിന്നെന്താ, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു മിസ്. ഓക്കെ, കഴിഞ്ഞില്ലല്ലോ അല്ലേ? ഇല്ല മിസ്, 5 days മോർ. ഇനി 5 days കൂടി ഉണ്ട്. 17 ആയി മിസ്. പക്ഷെ 15 മതി എന്ന് പറഞ്ഞായിരുന്നു ജിഷ മിസ്. അപ്പൊ ഫസ്റ്റ് ഞാൻ ചോദിച്ചില്ല എത്ര ഡേയ്സ് വേണം എന്നുള്ളത്. അപ്പൊ അവര് 22 എഴുതി വെച്ചിരിക്കുക. അപ്പൊ അതുകൊണ്ട് മിസ്സുമാർക്ക് ഒരു ഹെൽപ്പ് അല്ലേ എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പൊ ഞാൻ നിൽക്കുന്നത്. UKG ക്ലാസ്സിലാണ്. ഇപ്പൊ മോളുടെ ക്ലാസ്സിലെ മിസ്സിന് എന്തോ കൈന് ഇഷ്യൂ എന്ന് പറയുന്നുണ്ട്. മിക്കവാറും അവിടെ ആയിരിക്കും കിട്ടുന്നത്. കൈ എന്തോ ബാഗ് ഇട്ടിട്ടുണ്ട്, എന്തോ പാടി വയ്യായിക ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പൊ അറിയില്ല. ടീച്ചേഴ്സിന് ഇതേപോലെ ഇല്ലാത്ത ക്ലാസ് ആണെങ്കിൽ അവിടെ നിന്നോളാൻ പറയും. അപ്പൊ ടീച്ചർ ഇല്ലല്ലോ, അപ്പൊ ഫുൾ ടൈം അവരെ കിട്ടും മിസ്. മതിയും കൊതിയും തീർന്നിട്ട് ഇറങ്ങുന്നു. പക്ഷെ കുട്ടികൾക്കൊക്കെ ഭയങ്കര കാര്യമാണ്, എല്ലാരും വരും. പിന്നെ പിണങ്ങിയാലും അവർക്കറിയാം അവരൊന്നും ചെയ്യൂലല്ലോ ഞാൻ. അപ്പൊ ഇടയ്ക്കൊക്കെ ഷൗട്ട് ചെയ്യുമ്പോ അവര് നോക്കി ഒന്ന് നിൽക്കും. പക്ഷെ പിന്നെ അറിയാം ഒന്നും ചെയ്യൂല മിസ്. അതുകൊണ്ട് പിന്നെ അവര് വീണ്ടും ബഹളമായിരിക്കും. ചില ക്ലാസ്സിൽ നല്ല ഡീസന്റ് ആയിട്ടിരിക്കും കുട്ടികള്. ചില ക്ലാസ്സിൽ നല്ല സ്ട്രിക്റ്റ് ആയിട്ടുള്ള മിസ്സുമാരാണ്. ചില ക്ലാസ്സിൽ മാത്രം ഇടയ്ക്ക് കുട്ടികൾ കുറച്ചു നേരം വരെ ഇരിക്കും, പിന്നെ ബഹളമായിരിക്കും. അപ്പൊ അതിനനുസരിച്ച് അവർക്ക് ഗെയിമിങ് ഓരോന്നൊക്കെ ഇൻട്രസ്റ്റീവ് ആയിട്ടുള്ള ഓരോന്ന് മാറ്റി മാറ്റി ചെയ്തോണ്ടിരിക്കും മിസ്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു എന്തായാലും. ഇനി 5 days കൂടി ഉണ്ട്. എങ്ങനെയാണെന്ന് അറിയില്ല. അത് UKG-യിലായിരിക്കോ ഇനിയിപ്പോ ഈ മിസ്സിന്റെ ക്ലാസ്സിലായിരിക്കോ എന്ന് അറിയില്ല. നന്നായിട്ട് എക്സ്പീരിയൻസ് ചെയ്തു. ഓക്കെ, എക്സ്പീരിയൻസ്ഡ് ആയി ഇപ്പോ അല്ലേ? അയ്യോ ഇനി മതി മിസ്. എക്സ്പീരിയൻസ് പിന്നീടല്ലോ മിസ്സേ, എന്തൊക്കെയുണ്ടെങ്കിലും നമ്മൾ പോകുമ്പോഴും അവര് പോകുമ്പോഴും ഈ ടീച്ചറെ എന്ന് വിളിച്ചിട്ട് അവർ നമ്മളെ വിഷ് ചെയ്യുന്നത് ഒരു വലിയൊരു യെസ് മിസ്. എല്ലാ കുട്ടികളും ഞാൻ എല്ലാരോടും പറയും, നല്ല കുട്ടികളായിട്ട് മിസ് ചോക്ലേറ്റ് തരും. ഇപ്പൊ ഓരോ കുട്ടികളും എന്റെ അടുത്ത് വന്ന് ചോദിക്കും, മിസ്സേ ചോക്ലേറ്റ് തന്നില്ല. അങ്ങനെ പറയും മിസ് പോണേനും എന്തായാലും നിങ്ങൾക്ക് ചോക്ലേറ്റ് തരും പറഞ്ഞിട്ടുണ്ട്. ചോക്ലേറ്റിന്റെ കാര്യത്തിൽ ഞാനധികം ചോക്ലേറ്റ് കൊടുക്കും മിസ്. പെൻസിലോ സ്കെയിലോ റബ്ബർ. ഞാൻ ആദ്യമേ ക്ലാസ്സിൽ ചെന്നപ്പോ പറഞ്ഞേ, നിങ്ങളെ നല്ല കുട്ടികളായിട്ടും മിണ്ടാണ്ട ടീച്ചർ പറയുന്ന കേട്ടിരിക്കുവാണെങ്കിൽ ഗിഫ്റ്റ് മേടിച്ചു തരാന്ന് പറഞ്ഞു. പിറ്റേ ദിവസം മുതല് ടീച്ചർ എവിടെ ഗിഫ്റ്റ്, ടീച്ചർ എവിടെ ഗിഫ്റ്റ് ഉണ്ടായിരുന്നില്ല. ഇത് ഒരു ക്ലാസ് അല്ല മിസ്, pre-KG 2 ക്ലാസ്, പിന്നെ LKG F വരെയുള്ള ക്ലാസ്സുകള്, UKG ഒരു ക്ലാസ് എടുത്തു. ഇനി അടുത്ത ക്ലാസ്സുകൾ ഉണ്ട്. അവിടെയും BCDF വരെ ഉണ്ട് മിസ്. എല്ലാവർക്കും ഗിഫ്റ്റ് കൊടുക്കാന്ന് പറഞ്ഞാൽ അത് പോസിബിൾ അല്ല. ഓ പോസിബിൾ അല്ലാന്ന് പറഞ്ഞു. അതെ അതെ. അതുകൊണ്ട് മിസ്സേ ഞാൻ ലാസ്റ്റ് ഡേയിൽ എല്ലാവർക്കും 3 ക്ലാസ്സിനും ചേർത്ത് ഒരു സ്വീറ്റ് കൊടുത്ത് ക്ലാസ് അവസാനം പറ്റും. അപ്പം അവർക്കൊരു ഹാപ്പിനെസ് ആണ് ഞാൻ കൊടുത്തു. പിന്നീട് കിട്ടിയ ചാൻസ് എന്താണെന്ന് പറഞ്ഞാൽ എനിക്ക് അവരുടെ ആനുവൽ ഡേക്കുള്ള ഒരു ഡാൻസ് പ്രിപ്പറേഷന് പറഞ്ഞു കൊടുക്കാൻ പറ്റി. പിന്നൊരു കാര്യമുണ്ട് മിസ്, ലഡു ഒക്കെ വാങ്ങിച്ചു കൊടുത്തിട്ട് മിസ്സിനോട്, ക്ലാസ് മിസ്സിനോട് ഒന്ന് ഷെയർ ചെയ്യണമെന്ന് പറഞ്ഞാൽ കുഴപ്പമുണ്ടാവില്ലായിരിക്കും. ഒരു 15 ലഡു, ഒരു 10 ലഡു ഒക്കെ കൊടുത്തിട്ട് അങ്ങനെ അവർക്ക് കുറച്ച് ഇങ്ങനെ കൊടുക്കാറുണ്ട് ടീച്ചേഴ്സ്. ഈ ഓരോ ഇത് വരുമ്പോഴേ, ഫ്രൂട്ട്സിന്റെ ഒക്കെ ഇത് വരുമ്പോ അവർക്ക് ഫ്രൂട്ട്സ് ഒരു ഇത്തിരി കൊടുക്കും, ചെറിയ ചെറിയ പീസൊക്കെ. ഞാനും മേടിച്ചു കൊടുത്തിട്ടാ പോന്നെ. ഇങ്ങനെയും ചെയ്യില്ല, അതെനിക്ക് താല്പര്യമുള്ള കാര്യമാണ്. ഞാൻ എന്റെ മോള് ബർത്ത്ഡേ ആയിരുന്നു 19th. ഓക്കെ,
അപ്പൊ അവളെ സ്കൂളില് എല്ലാവരും ബിലീറ്റന് ഹാപ്പി ബർത്ത്ഡേ പറയണം മിസ്. ബിലേറ്റഡ് ബർത്ത്ഡേ വിഷസ് പറയാം. ഞങ്ങളുടെ എല്ലാവരുടെയും വക. ബർത്ത്ഡേ വിഷസ് പറയണം. ഓക്കെ മിസ്. പറഞ്ഞോളൂ മിസ്, കണ്ടിന്യൂ. അപ്പൊ ഇതേപോലെയാണ് എല്ലാവരും ചോക്ലേറ്റ്സ് കൊണ്ടുപോകും. അപ്പൊ എന്നോട് പറഞ്ഞിട്ടുണ്ട് ചോക്ലേറ്റ്സ് കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവർക്ക് അറിയാം ഞാനത് വാങ്ങിത്തരില്ലെന്ന് നമുക്കറിയാം. അതുകൊണ്ട് ഞാൻ ഒരു വീട്ടിലാണ്, ഹോം ബേക്കേഴ്സ് ആണ് അവരോട് പറഞ്ഞ് കസ്റ്റമൈസ് ചെയ്ത് ചോക്ലേറ്റ്സ് കൊടുത്തു വിട്ടു. അപ്പോഴാണ് സന്തോഷമായത്. കാരണം ഞാൻ പൊതുവെ ഇങ്ങനെ ചോക്ലേറ്റ്സ് ഒന്നും വാങ്ങിക്കൊടുക്കാറില്ല, അതവർക്ക് അറിയാം. അപ്പൊ എന്റെ അമ്മയോട് പറയും, അമ്മ മിക്കവാറും അമ്മ വാങ്ങിത്തരാൻ ചാൻസ് ഇല്ല എന്ന് പറയുള്ളൂ. പക്ഷെ അതൊക്കെ സർപ്രൈസ് ആയിരുന്നു. അവളുടെ പിക്ക് വെച്ചിട്ടായിരുന്നു പാക്കിംഗ് ഒക്കെ, ഫോട്ടോ വെച്ചിട്ടായിരുന്നു. അപ്പൊ ചെറിയൊരു ചോക്ലേറ്റ് ആണെങ്കിലും ഹെൽത്തി ആണ്, അതിൽ ഷുഗർ കണ്ടന്റോ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. എന്തായാലും നമ്മൾ നോർമൽ ചോക്ലേറ്റ്സിന്റെ അത്രയും റേറ്റ് കൂടുതലായിരിക്കാം, പക്ഷെ സേഫ്. അതെ മിസ്, ഹെൽത്തി ചോക്ലേറ്റ്സ് ഇറങ്ങിയിട്ടുണ്ട്, അതിന് ഭയങ്കര റേറ്റ് ആണ്. എന്റെ മോൾ അതേ നോക്കുള്ളൂ. അപ്പൊ ഞാൻ അവിടെ ചെല്ലുമ്പോ ഞെട്ടിപ്പോ, 5 രൂപയുടെ എല്ലാം നല്ല റേറ്റ് ഉള്ളതായിരിക്കും. ഇവിടെ ഒരു തുടങ്ങിയിട്ടുണ്ട് മെഡിക്കൽ ഷോപ്പ്. പക്ഷെ അത് വാങ്ങിക്കൊടുക്കുകയാണെങ്കിൽ വില കുറയുന്തോറും അറിയാലോ. അപ്പൊ അങ്ങനെ വാങ്ങിക്കൊടുത്തു. കേക്ക് ആണെങ്കിലും ഞാൻ കസ്റ്റമൈസ് ചെയ്ത് ക്രീംസ് ഒന്നും അധികം യൂസ് ചെയ്യില്ല. സോ ഞാൻ തന്നെ പറയും ഷുഗർ കുറച്ച് മാക്സിമം കുറയ്ക്കാനേ പറയും. എന്തെങ്കിലും തട്ടിക്കൂട് കാണുമ്പോ ലുക്ക് ആണെങ്കിൽ കഴിക്കാൻ വലിയ ഗുണമൊന്നുമില്ല, അതൊക്കെ നന്നായിട്ട് അറിയാൻ ഞാൻ. സ്ട്രോബെറീസ് ഒക്കെ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്ത്, അപ്പൊ സ്ട്രോബെറിയിലൊക്കെ നമ്മൾ ആളെ അങ്ങോട്ട് പൊക്കോളും. എങ്കിലും കറിയാൻ നമ്മൾ നോക്കില്ലെങ്കിൽ സ്ട്രോബെറി വെച്ചു തട്ടിക്കൂട്ട് മതി, അതേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ ടീച്ചേഴ്സ് അല്ലേ, നിങ്ങൾ ഈ ചോക്ലേറ്റ്സ് കൊണ്ട് കൊടുത്താൽ എന്താ എങ്ങനെയാ ശരിയാവാ? അല്ല കൊടുത്തിട്ടില്ല മിസ്, അപ്പൊ ഇരിക്കാൻ വേണ്ടി വെറുതെ പറഞ്ഞതോ. പറയാൻ പാടില്ല, കാരണം അവരുടെ മൈൻഡ് അങ്ങോട്ടേക്ക് പോകും. ചോക്ലേറ്റ് ഇത് കാണും, കേൾക്കുമ്പോ അവർ ചിന്തിക്കുന്നത് അവർക്ക് അറിയാവുന്നതും അവർ കഴിച്ചതുമായ ചോക്ലേറ്റ്സ് ആണ്. കാരണം ഇപ്പോ നല്ല എക്സാമ്പിൾ നമ്മുടെ കടയിൽ അവൈലബിൾ ആയ കുറച്ച് ചോക്ലേറ്റ്സ് ഉണ്ടല്ലോ, ബ്രാൻഡ് പറയുന്നില്ല, ചോക്ലേറ്റ്സ് ഉണ്ട്. അത് കഴിച്ചൊരു കുട്ടിക്ക് നമ്മൾ ഹെൽത്തി ചോക്ലേറ്റ് പല കൊണ്ട് കൊടുത്താല് അവരത് കഴിക്കില്ല. അതാണ് വ്യത്യാസം. ഞങ്ങളുടെ എന്റെ വീട്ടില് എനിക്ക് ബ്രദർ ഉണ്ട്. അപ്പൊ ഞങ്ങൾക്ക് 2 മക്കളാ, എനിക്ക് മോളും ചേട്ടന് മോനുമാണ്. ആളിപ്പോ 3 വയസ്സാവുന്നേ ഉള്ളൂ. അപ്പൊ എന്റെ ഡാർക്ക് ചോക്ലേറ്റ് ഉണ്ടായിരുന്നു. ഡാർക്ക് ചോക്ലേറ്റ് എനിക്ക് ഇവിടെ എന്റെ ഫ്രണ്ട് പുറത്തുനിന്ന് വന്നിട്ടുണ്ട്. പക്ക ഡാർക്ക് 99.9 ചോക്ലേറ്റ്. അപ്പോ ഇവർക്ക് മിഠായി അറിയാം, മിഠായി കേട്ട് പരിചയമുണ്ട്. അപ്പൊ ഇളയ ആൾക്ക് മിഠായി കേട്ട് പരിചയം മാത്രമേ ഉള്ളൂ, കഴിച്ചു പരിചയമില്ല. അപ്പൊ മിഠായി നമ്മൾ ഞാൻ അവനത് ോ അയാൾക്ക് വായിലിട്ടു, അവിടെ മാറിപ്പോയി നമ്മൾ തൃപ്തി കളഞ്ഞു. പിന്നീട് ഞാൻ മിഠായി വേണോ ചോക്ലേറ്റ് വേണോ വെച്ചാൽ കൊച്ചിന് പേടിയാണ്, കൊച്ചിന് വേണ്ടാന്ന് പറയും. അങ്ങനെ അവസ്ഥ. ഇപ്പൊ ആരവരോട് ചോദിച്ചാലും ചോക്ലേറ്റ് വേണ്ടതേ പറയും, കഴിക്കുന്നത് പറയാൻ വേണ്ടതേ പറയും. പക്ഷെ കഴിച്ചു കഴിഞ്ഞാൽ ടേസ്റ്റ് വ്യത്യാസം മനസ്സിലാവും. അതാണ് കുട്ടികൾ. നമ്മള് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, പക്ഷെ നമ്മൾക്ക് ചെയ്യാം. അവർ ഓൾറെഡി അതൊക്കെ ടേസ്റ്റ് ചെയ്തിട്ടുണ്ടാകാം, പക്ഷെ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കിട്ടുന്ന ഓരോ ചാൻസും നമ്മൾ യൂസ് ചെയ്യാം. ഇതുപോലെയാണ് ഇതുപോലെ എന്റെ MT ബാച്ച് സ്റ്റുഡന്റ് ആണ്, അവരെല്ലാവരും ടീച്ചേഴ്സായിട്ട് ജോലിക്ക് കയറി. ടീച്ചേഴ്സ് ആണല്ലോ, സ്കൂളിലാണ്. അപ്പൊ എക്സാം പേപ്പർ കിട്ടുമ്പോ എല്ലാവരും പണിയാണ്. ഇപ്പോ പേപ്പറിന് കൂടെ ഒരു ചോക്ലേറ്റ് പിൻ ചെയ്തുകൊണ്ട് കൊടുക്കും. അപ്പോ ആള് സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ സ്റ്റാറ്റസ് ഉള്ളപ്പോ ഞാൻ ചോദിച്ചു, ഇങ്ങനെ ചെയ്യുന്നത് ശരിയാണോ? ഞാൻ പൊതുവെ എങ്ങനെ ചോദ്യം പഠിച്ചത്, എല്ലാവർക്കും അതിന് ഇഷ്ടപ്പെടണമെന്നില്ല കേട്ടോ. അപ്പൊ ചോദിക്കും, ചിലപ്പോ നമുക്കൊരു ചോദ്യം ആയിരിക്കാം, അവര് ചിലപ്പോ റീതിങ്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ആലോചിച്ചപ്പോ ശരിയാണെങ്കിൽ പറയുന്ന മഞ്ചോ ഒരിക്കലും പിൻ ചെയ്ത് കൊടുക്കാം. പക്ഷെ അത് നിങ്ങൾ ആ കണ്ടന്റ് ഒന്ന് വായിച്ചു നോക്കണം. ഡേഞ്ചറാണ്. നമ്മൾ അറിഞ്ഞുകൊണ്ട് എന്തിനാ? ഞാൻ ഇതുവരെയും എന്റെ ഈ കൈ കൊണ്ട് ഒരു കുട്ടിക്ക് ഞാൻ മിഠായി വാങ്ങിക്കൊണ്ട് ഒരാൾക്കൊന്ന് വാങ്ങിച്ചു കൊടുത്തു. അന്നേരം കൊണ്ട് വേറെ എന്തെങ്കിലും വാങ്ങാലോ. അറിയാൻ എളുപ്പമാണെങ്കിലും അത് പ്രാവർത്തികമാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷെ നമ്മൾ ഓരോരുത്തർ വിചാരിച്ചാൽ പോസിബിൾ ആണ്. മാക്സിമം ഇങ്ങനെ നോക്കുക. കാരണം നിങ്ങള് ഒരു ലഡു ആണല്ലോ എന്ന് വിചാരിക്കും, പക്ഷെ ആ ഒരു ലഡുവില് എത്രത്തോളം ഷുഗർ കണ്ടന്റ് അറിയോ? ഒരു കുട്ടിക്ക് ഒരു പെർ ഡേ കിട്ടുന്നതിനേക്കാൾ കൂടുതലായിരിക്കും മറ്റുള്ള ആ ഒരു ലഡുവില് കിട്ടുക. അതുകൊണ്ടല്ലേ നമ്മളതൊക്കെ ചെയ്യുന്നത്. ഞാനും കൊടുത്തത് ലഡു ആണ്, പക്ഷെ ഷുഗർ കുറച്ച് ഉണ്ടാക്കാനായിട്ട് അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു.
ഇൻഫന്റീസത്തിലും മിസ് ടീച്ചേഴ്സ് കൊടുക്കുന്നത് ഒരു സ്റ്റാർ ഉണ്ടല്ലോ നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുന്നത്. അപ്പൊ അത് കൊടുക്കുമ്പോ തന്നെ എല്ലാവർക്കും സന്തോഷം. കാരണം അവര് ഒരു ആൻസർ പറയുമ്പോ നമ്മൾ ആ സ്റ്റാർ ഇങ്ങനെ കയ്യില് ഒട്ടിച്ചു കൊടുക്കും. ഒരു കുഞ്ഞ് സ്റ്റാർസിന്റെ ഒരു ഇതുണ്ടല്ലോ, അതാണ് അവർക്ക് ഭയങ്കര ഹാപ്പി. അത് കിട്ടിയാലും കുട്ടികൾ ഭയങ്കര ഹാപ്പിയാണ് ക്ലാസ്സിൽ. അതുപോലെ ജയശ്രീ അവര് നന്നായിട്ട് എഴുതിയിട്ട് നമ്മൾ ആ സൈഡിൽ റെഡിങ് വെച്ചൊരു സ്റ്റാർ അല്ലെങ്കിൽ ഡബിൾ സ്റ്റാർ ഒക്കെ വരച്ചു കൊടുക്കുന്ന അതും ഭയങ്കര ഹാപ്പി അവർക്ക്. അതെ മിസ്, ഞാൻ അപ്പൊ ഇട്ട് കൊടുക്കും. ഫുൾ മാർക്ക് ഒക്കെ കിട്ടും കുട്ടികൾക്ക്. എല്ലാം ശരിയാക്കുമ്പോ ഫുൾ ഇങ്ങനെ സ്റ്റാർ വരച്ചു കൊടുക്കുമ്പോ ഭയങ്കര ഹാപ്പിയാ. വെരി ഗുഡ് അങ്ങനെയൊക്കെ കൊടുക്കും. പിന്നെ അവർക്ക് സ്റ്റാർ വേണോ അങ്ങനെയും ചോദിക്കും. നിങ്ങൾക്ക് സ്റ്റാർ വേണമെങ്കിൽ എല്ലാരും കറക്റ്റ് ആയിട്ട് മിണ്ടാതിരുന്ന് ചെയ്തോളണം എന്ന് പറയുമ്പോ ചെയ്തോളും ഇടയ്ക്ക്. അത് നല്ലതാട്ടോ. എന്റെ മോളെങ്ങനെയാ സ്റ്റാറിന് വേണ്ടി ചെയ്യും. എന്ന് പറയുന്നത് കളർഫുൾ ആയിട്ടുള്ള സ്റ്റാർസ് ഉണ്ടല്ലോ മിസ് കയ്യിൽ ഇങ്ങനെ, അതാണ് അവരുടെ മിസ്സുമാരും ചെയ്യുന്നത്. അതാണ് നല്ലത്. അല്ലാതെ ചോക്ലേറ്റ് വേണമെങ്കിൽ അങ്ങനെ പഠിക്കൂ എന്ന് പറഞ്ഞാൽ അവരുടെ മൈൻഡ് ഫുള്ള് ചോക്ലേറ്റിലാണ്. അങ്ങനെ പറയും ചോക്ലേറ്റ് നമ്മൾ അത്രയും ഫോക്കസ് ചെയ്യാൻ പാടില്ല. അതിപ്പോ എന്താണെങ്കിലും നമ്മൾ ചോറ് കഴിക്കുമോ, നിങ്ങളത് പഠിച്ചു കഴിഞ്ഞാൽ ചോറ് തരാന്ന് പറഞ്ഞാൽ സമ്മതിക്കുമോ? ഇല്ല. അതാണ് നമ്മൾ പറയുന്ന രീതിയിലാണ്. ചോക്ലേറ്റ്സ് തരാം, നമ്മുടെ എക്സ്പ്രഷൻ ഒക്കെ മാറും. വലിയ സാധനമാണല്ലോ അത്. അതിൽ ഐസ്ക്രീം വാങ്ങി തരാന്നൊക്കെ പറയുമ്പോൾ അവരുടെ മൈൻഡ് അങ്ങോട്ട് പോകും. അത് ചെയ്യരുത്. അതല്ല നിങ്ങൾ ചെയ്യുമോ, ഞാൻ ഒരു ബുക്ക് വാങ്ങി തരാമെന്നോ അങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ ബുക്സിനോട് കുറച്ചൊരു അവർക്ക് ഭയങ്കര ഇഷ്ടം തോന്നും. ബുക്സ് എപ്പോഴും കൊടുക്കുന്നത് നല്ല കേട്ടോ. റീഡിങ് ബുക്സിനോട് അറ്റാച്ച്മെന്റ് വളരെ അടിപൊളിയാണോ. മാക്സിമം പ്രോത്സാഹിപ്പിക്കാൻ നോക്കാതെ. പിന്നെന്താണ് പറയുന്നത്, മിക്ക ക്ലാസ്സിലും സ്ട്രെങ്ത് കുറവാണ്. സാറ്റർഡേ അങ്ങനെ ആയിരിക്കാൻ വേണ്ടി സ്ട്രെങ്ത് കുറവാണ്. അതുകൊണ്ട് പകുതി പേരും ക്ലാസ് ഉണ്ടെന്ന് അറിഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു മിസ്സേ. അത് മിസ് സാറ്റർഡേ ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഇന്ന് കയറാൻ പറ്റി, അല്ലെങ്കിൽ ഞങ്ങൾ സ്കൂളിൽ പോകത്തില്ലേ. കുറെ നാളായി മിസ്സിന്റെ ക്ലാസ്സിൽ കയറിയിട്ട്. അതും ശരിയാ. ടീച്ചേഴ്സ് ഒക്കെ വന്നു ടീച്ചർ പ്രാക്ടീസിന് പോയവര്. അതുകൊണ്ട് തന്നെ ഒരു ക്ലാസ് എടുത്തില്ല. ചുമ്മാ ഇങ്ങനെ വർത്താനം പറഞ്ഞിരുന്നു. മിസ് ക്ലാസ് എടുക്കട്ടെ സംസാരിക്കാം. പക്ഷെ എന്താണ് ഇവിടെ എന്താ ചെയ്യട്ടെ? അപ്പോ പഠിപ്പിക്കണോ അല്ലെങ്കിൽ വർത്താനം പറയണം? മിസ്സിന്റെ ഇഷ്ടം. മിസ്സിന്റെ ഇഷ്ടം തന്നെ. എന്റെ ഇഷ്ടം എല്ലാം മിസ്സിന്റെ ഇഷ്ടം തന്നെയാണ്. പഠിപ്പിക്കണോ വേണ്ടിയോ? എന്റെ ഇഷ്ടമൊന്നുമില്ല, നിങ്ങളുടെ ഇഷ്ടം. ഞാൻ എന്തിനും വർത്താനം പറയാം. പഠിപ്പിക്കാം, ടെൻസ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഇത് വേണം. പക്ഷെ എന്താണെന്നൊക്കെ പറയാൻ മടിയുണ്ടോ? അതാണ് അതിലാണ് ഇതില്ല. വെടിയൊക്കെ നോക്കിയിരിക്കും പഠിപ്പിക്കേണ്ട ഒരു മൈൻഡാണ് എല്ലാവർക്കും കൊള്ളാട്ടോ. പെട്ടെന്ന് നോക്കി ഇല്ല മിസ്, കുറെ ക്ലാസ് പെൻഡിങ് ആണ്. എനിക്ക് ഒരു ദിവസം ഇന്ന് ഫുള്ള് അപ്പൊ അതിങ്ങനെ ആലോചനയാ, പഠിപ്പിക്കണോ എന്ത് പറയണമെന്ന്. ജയശ്രീ, എനിക്ക് തോന്നുന്നു റെക്കോർഡ് ക്ലാസ് കാണുന്നതിലും ബെറ്റർ ആരോടെങ്കിലും ചോദിക്കുക. അവര് എവിടെയെങ്കിലും സർപ്രൈസ് ചെയ്ത് പറഞ്ഞു തരും. നമ്മൾ പെട്ടെന്ന് പഠിക്കാൻ പറ്റും. റെക്കോർഡ് ക്ലാസ് കാണാൻ ചിലപ്പോ ഭയങ്കര കൺഫ്യൂസിംഗ് ആയിട്ട് തോന്നാം. ഞങ്ങൾക്ക് ഒരു ഗ്രൂപ്പ് ഉണ്ട് മിസ്. അതിനകത്ത് ഞങ്ങള് അന്നന്നത്തെ ഗ്രൂപ്പില് എന്തൊക്കെ ക്ലാസ്സിൽ എന്തൊക്കെ ചർച്ച ചെയ്യണമെന്ന് ഇടാറുണ്ട്. അനുമോള് പറഞ്ഞു തരും മിസ്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞുതരാം, ഷെയർ ചെയ്യാറുണ്ട്. മാം സെമിനാർ ഒക്കെ എടുക്കുമ്പോ വിഷമാവും, സെമിനാറിന്റെ ടോപ്പിക് ഒക്കെ കാണുമ്പോ. അത് മിസ്സാവൂലേ? അല്ല, ഞാൻ കാണും, റെക്കോർഡ് ക്ലാസ് കാണും. പിന്നെ കൂടുതലും ചോദിക്കുമ്പോ ഒന്നുകൂടി എളുപ്പത്തിൽ പറഞ്ഞു തരുമല്ലോ. അവർക്ക് മനസ്സിലായത് അവര് പറഞ്ഞു തരുമ്പോ ഒന്നുകൂടി നമുക്ക് ക്ലിയർ ആവുമല്ലോ മിസ്. ഞാൻ ചോദിച്ചല്ലോ. പിന്നെന്താ പറയൂ. എന്തോ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ചോദിച്ചു, അത് ഞാൻ മറന്നിട്ടോ. മറവി കുറച്ച് കൂടുതലാണ്. പഠിപ്പിക്കണോ ക്ലാസ് അല്ല സംസാരിക്കണോ മിസ് ചോദിച്ചു. ഇതാ നിങ്ങളുടെ ഗ്രൂപ്പ് ഇപ്പോൾ ആക്റ്റീവ് ആണോ? അതെ. പിന്നെ പ്രോഗ്രാംസ് ഒക്കെ വന്നാൽ പിന്നെ വിശ്രമം ഇല്ലായിരിക്കും ഗ്രൂപ്പില്. പൊതുവേ മിക്ക ക്ലാസ്സിലും ഇപ്പൊ ഗ്രൂപ്പ് ഇനാക്റ്റീവ് ആവുന്ന ടൈമിലായിരിക്കും. അല്ല മിസ്സേ, ഇപ്പൊ ഞങ്ങള് ഇന്റേൺഷിപ്പിന് പോയേക്കുന്നോണ്ട് വലിയ ഒന്നുമില്ല. അല്ലെങ്കിൽ നിങ്ങളുടെ ഗ്രൂപ്പ് ആക്റ്റീവ് ആണ്. ഓരോരുത്തർ സംശയങ്ങൾ സ്കൂളിൽ പോയി വന്നു കഴിഞ്ഞാൽ ഭയങ്കര തലവേദനയാണ്. അല്ലേ, ഭയങ്കര തലവേദനയായിരിക്കും. അപ്പൊ അതുകൊണ്ട്
ഒന്നും എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഇവിടെ വീട്ടിലെ കാര്യങ്ങളുള്ളതുകൊണ്ടേ അപ്പൊ അത് കഴിഞ്ഞ് ആകെ ഇതാണ്, കൺഫ്യൂസ്ഡ് ആണ്. ലെസൺ പ്ലാൻ എഴുതുന്ന ഒരു പണിയുണ്ട് മിസ്, അത് വല്ലാത്തൊരു പണി. അതിനിടയ്ക്ക് കുട്ടികൾ പറയും വിശക്കുന്ന അവർക്കുള്ള പ്രിപ്പറേഷൻ. എന്നിട്ട് വേണം ഞങ്ങൾക്ക് കോൺവെക്കേഷനുള്ള പ്രോഗ്രാംസ് സെറ്റ് ആക്കാൻ. എല്ലാം പ്ലാൻ ചെയ്ത് വെച്ചിട്ടാണ്. എല്ലാരും തിരിച്ചു വന്നിട്ട് വേണം ചെയ്യാൻ. സെറ്റ് ആയിട്ടില്ല മിസ്, ഇനി ഒന്നും കൂടി ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യണം. വെക്കേഷൻ നമുക്ക് എന്തായാലും പ്രതീക്ഷയുണ്ട് നിങ്ങളെ. ഞങ്ങൾക്ക് ഗ്രൂപ്പിനെ കുറിച്ച് ചോദിക്കാനുള്ള വന്നതെന്ന് വെച്ചാല് പൊതുവെ മിക്ക വ്യാഴ്ചയിൽ ഗ്രൂപ്പ് ആക്റ്റീവ് അല്ല എന്നാണ് കേൾക്കുന്നത്. ഞാനിങ്ങനെ പറയും ഡിസ്കസ് ചെയ്യുന്ന ഗ്രൂപ്പ് ആക്റ്റീവ് അല്ല പണ്ടത്തെ അതാ ചോദിക്കാൻ കാരണം. വെരി ഗുഡ്, അങ്ങനെ കീപ്പ് ചെയ്യാം കേട്ടോ. ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യാം. ഇപ്പൊ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര സപ്പോർട്ടീവ് ആണ് മിസ്സേ. ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു മിസ് ഒരു ഗ്രൂപ്പ് ആക്റ്റീവ് അല്ലാണ്ട് ഉണ്ടെങ്കില് വേറൊരു ഗ്രൂപ്പ് നല്ല ആക്റ്റീവ് ആയിരിക്കും മിസ്. മെയിൻ ഗ്രൂപ്പ് ആയിരിക്കും മിക്കവാറും ചെറുതായിട്ട് ആക്റ്റീവ് കുറവുണ്ടാവുള്ളൂ. എന്നാലും ഇപ്പൊ കുറവാണ്. എല്ലാരും ഇന്റേൺഷിപ്പില് പോണോണ്ടുള്ള ഒരു ഇതുണ്ട്, ഒരു കുറവുണ്ടായിരുന്നു. അനിമോളൊക്കെ ഇല്ലാത്തപ്പോ ഒന്നും ഇല്ലായിരുന്നു ക്ലാസ്സിലേ, ആരും ഇല്ല അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും. നന്നായി ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാം. കാരണം ഈ കോഴ്സ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഈ ഒരു ബോണ്ടിങ് ഒന്നും ഉണ്ടാവില്ല, പിന്നെയുള്ള ഗ്രൂപ്പ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൂടെ അതുങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാം. കാരണം മിക്കവരും പഠിച്ചു പോയവര് പറയുന്നുണ്ടോ, പാസ്ഔട്ടായി പോയവര് കുറെ കാര്യങ്ങൾ പറയും. ക്ലാസ്സിൽ കിട്ടുന്ന ഒരു ബോണ്ടിങ്ങും ആ ഒരു ചാറ്റ് ചെയ്യുന്നതൊന്നും നമുക്ക് പിന്നീട് കിട്ടില്ല എന്ന് പറയും. ആ ഗ്രൂപ്പ് മാത്രമാണ്. ഗ്രൂപ്പ് പിന്നെ എല്ലാവരും പ്ലേസ്ഡ് ആകുമ്പോൾ എല്ലാവർക്കും ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും ബിസി ആണ്. പിന്നെ ആ ഗ്രൂപ്പിൽ സംസാരിക്കാനുള്ള ടൈം ഒരാവണ്ട. അതൊക്കെ ഒന്ന് കോണ്ടാക്ട് ചെയ്യാം, മെയിൻറ്റെയിൻ ചെയ്യാം, ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാം. ഞാൻ ഒട്ടും ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാത്ത ഒരാളാണ്. എന്നുവെച്ചാൽ ഞാൻ ഡെയിലി മെസ്സേജ് അയക്കുകയോ സംസാരിക്കുകയോ അങ്ങനെ ഒരു കൂട്ടത്തിലല്ല. പക്ഷെ കുറെ നാൾ കഴിഞ്ഞ ശേഷം ഞാൻ വിളിക്കുമ്പോ ആ പഴയ ഒരു ബോണ്ടിങ് ഉണ്ടാവും. ഞാൻ അങ്ങനെയാണ്. ഡെയിലി സംസാരിക്കുന്ന ഒരു കാര്യം അതാണ്. മാം, നമുക്ക് ലെസൺ പ്ലാനിന് ഒരു ബുക്ക് ഇല്ലാത്ത എന്തുകൊണ്ടാ? വലിയ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ ലെസൺ പ്ലാനിന് ഒരു ബുക്ക് ഉണ്ട്, അതിൽ എഴുതിയാ മതി. നമുക്ക് മാത്രമാണ് വേറെ നോട്ട്ബുക്കിൽ എഴുതുന്നത്. ജിഷാമിസ് പറഞ്ഞത് ക്ലിയർ ആവത്തുള്ളൂ. നമുക്ക് മോണ്ടിസോറി മെത്തേഡിന് ശരിക്കും ഒരു ലെസൺ പ്ലാൻ ഇല്ലാന്നാണ് ജിഷാമിസിന്റെ അടുത്ത് ചോദിച്ചപ്പോ മിസ് പറഞ്ഞത്. നമ്മൾ ചെല്ലുന്ന സ്കൂളിൽ എന്താണ് ഫോളോ ചെയ്യുന്നത് അതനുസരിച്ച് എഴുതുക, അല്ലെങ്കിൽ നമുക്ക് തന്നെത്താനെ ആക്ടിവിറ്റീസ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ട് ചെയ്യുക, അങ്ങനെയാണ് മിസ് പറഞ്ഞത്. ഞാനൊരു ലെസൺ പ്ലാനിന്റെ മാതൃക നമ്മുടെ മെയിൻ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, അത് നോക്കി ചെയ്യുവാണെങ്കിൽ കുഴപ്പമില്ല. അതെ അനുമോളെ, എനിക്ക് ഇത് ചെയ്യാൻ പോകുന്ന സ്കൂളിൽ ലെസൺ പ്ലാൻ ഒന്നും ഇല്ല. അവരെന്നോട് പറഞ്ഞേക്കുന്നത് UKG LKG പഠിക്കുന്ന കുട്ടികൾക്ക് എന്താണോ നിങ്ങൾക്ക് പഠിപ്പിക്കാനായിട്ടുള്ളത് അത് നമ്മൾ പഠിപ്പിക്കുക. അതാണ് അവിടുത്തെ മിസ്സുമാർ എന്നോട് പറഞ്ഞിരുന്നത്. അപ്പൊ നമ്മൾ തലേന്നെ പിറ്റേന്നത്തുള്ള ക്ലാസ് പ്രിപ്പയർ ചെയ്ത് ഞാൻ തന്നെ എന്റെ ഒരു നോട്ട്ബുക്കിനകത്ത് എഴുതി വെക്കും, ഇന്നതാണ് നാളത്തേക്കുള്ള പഠിക്കാനുള്ളത്. വൈകിട്ട് വന്നിട്ടും അതിന്റെ ആക്ടിവിറ്റീസ് ഒക്കെ കൊടുത്തത് എല്ലാം എഴുതി വെക്കുക ചെയ്യാറ്. ഇവിടെ വേറെ ഇന്റേൺഷിപ്പിന് പഠിക്കുന്ന ഒരു കുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടിയുടെ ഫോമാറ്റ് അനുസരിച്ചിട്ട് ഞാൻ എഴുതിയിരുന്നു. ഓഫ് ചെയ്താലേ കേക്കുള്ളൂ. അത് മതി. നമ്മള് ഏതെങ്കിലും ഒരു മോഡൽ അനുസരിച്ച് ചെയ്താൽ മതി. ഇന്നത് വേണമെന്ന് നിർബന്ധം പറയുന്നില്ല. നമ്മൾ ലാസ്റ്റ് സൈൻ ചെയ്യാനായാലും പ്രിൻസിപ്പളിനെ ഈ സംഭവം നമ്മുടെ ലെസൺ പ്ലാൻ കാണിക്കണം. കാണിച്ച് സൈൻ ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. ഓരോ ദിവസം ഇവിടെ സബ്മിറ്റ് ചെയ്യണം. ഇവിടെ LKG UKG മോണ്ടിസോറി മെത്തേഡ് ആണ്, അതുകൊണ്ട് ഡെയിലി എഴുതണം. നമ്മളെന്തായാലും ഡെയിലി എഴുതേണ്ട വരും. കാരണം നമ്മൾ ഒരു ക്ലാസ് എടുക്കുന്നതിന് തൊട്ട് മുമ്പ് ചെയ്യുന്നതാണല്ലോ ലെസൺ പ്ലാൻ എന്ന് പറയുന്നത്. നമ്മൾ ക്ലാസ് എടുക്കുന്നത് എന്താണെന്ന് ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്യുന്നതാണ് ലെസൺ പ്ലാൻ. അപ്പൊ നമ്മൾ എന്തായാലും പിറ്റേ ദിവസത്തേക്കുള്ള ക്ലാസ് തലേദിവസം എന്തായാലും പ്രിപ്പയർ ചെയ്തിട്ടേ പോകാവുള്ളൂ സ്കൂളില്.
ഓക്കെ, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇംഗ്ലീഷ് ടീച്ചറായി എന്നോട് ചോദിക്കരുത് കാര്യം. ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമേ ചോദിക്കൂ. ബാക്കിയെല്ലാം ജിഷ മിസ്സിനോട് കേട്ടോ. ജിഷ മിസ് കറക്റ്റ് ആണ് ഇതൊക്കെ പറഞ്ഞു. അറിയാത്ത കാര്യങ്ങളും അല്ലെങ്കിൽ കുറച്ചുകൂടെ ആധികാരികമായിട്ട് അറിയാത്ത കാര്യങ്ങൾ ഞാൻ സംസാരിച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കര ബോറായിട്ട്. ഓക്കെ, ഓ നമുക്കത് ഉറപ്പല്ലെങ്കിൽ അതിനെക്കുറിച്ച് സംസാരിക്കാതിരിക്കുന്നതാണ് ബെറ്റർ. അതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ചും പറയാത്തത്. അറിയാമെങ്കിൽ പോലും അത് കൺഫേം അല്ല, പിന്നെ പറയരുതല്ലോ. പിന്നെന്താ ബേബി എന്ത് പണിയാണ് ബിബിയാ ഇതോ കാര്യമായിട്ട് മെബി എന്ന് ഇരുന്ന ക്ലാസ്സിൽ ഭയങ്കര എഴുത്താണ് മിസ്. അതെന്താന്ന് ഞങ്ങൾക്ക് സംശയം. എഴുത്തല്ല, മേ ബി ഓഫ് ചെയ്തു. എന്തോ ഒരു പണിയിലായിരുന്നു മേ ബി. ഞാൻ പെട്ടെന്ന് ശ്രദ്ധിച്ചപ്പോഴാണ് എന്തോ ഒരു കാര്യം ചെയ്തിരിക്കുകയാണ്. അറിയത്തില്ല, അത് മുന്നേ അത് പെട്ടെന്ന് കൈ തട്ടി പോകുമ്പോ ഇത് ഇച്ചിരി പാട താമസം അതായി വരാൻ. അതാ അത് കൊച്ചിന്റെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്തതാ. മിസ്സേ ഒരു ഡൗട്ട്, ടേം 1 എക്സാമിന്റെ അതേ ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ ആയിരിക്കും ഏകദേശം നമ്മളുടെ അടുത്ത എക്സാമിന് വരുന്നത്? അയ്യോ മേ ബി സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നു, സോറി. ടേം 1 എക്സാമിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ ആയിരിക്കും അടുത്ത എക്സാമിനും വരുന്നത് മോഡല്? മിസ് അപ്പൊ ടേം 1 ഇപ്പൊ കഴിഞ്ഞ എക്സാമിന്റെ ക്വസ്റ്റ്യൻസും അതിൽ വരും? അതായത് നമുക്ക് ടേം 1 നോക്കണം ഫസ്റ്റ് തൊട്ടുള്ളത്. അപ്പൊ മൊഡ്യൂൾ 1 നമ്മള് പഠിക്കണോ ലാസ്റ്റ് എക്സാമിന്? എന്തോ മിസ് ടേം 1 കഴിഞ്ഞിട്ട് കുഴപ്പമില്ലായിരുന്നു മിസ്. എനിക്ക് ഇന്റേൺഷിപ്പിന് പോയതിന്റെ ഭാഗമായിട്ടും പിന്നെ അതുപോലെ ടെക്സ്റ്റ് മിസ്സായി പോയി. അത് രണ്ടാമത് വാങ്ങിച്ചു. അത് പോണ വഴിക്ക് കിറ്റ് കറക്റ്റ് ആയിട്ടുണ്ടായിരുന്നില്ല, വെച്ച് ഹാങ് ചെയ്തതേ. അപ്പൊ അതിന്റെ ഒരെണ്ണത്തിന് എന്തോ ഇത് വിട്ടുപോയതാണ്. അപ്പൊ ഞാൻ കുറെ അന്വേഷിച്ചു മിസ്. ആ ടെക്സ്റ്റ് റഫ് ബുക്കും ഉണ്ടായിരുന്നു അതിൽ. അത് പോയതിന്റെ ഒരു ഇതുണ്ടായിരുന്നു. ഇംഗ്ലീഷ് ഒന്നും കുഴപ്പമുണ്ടായില്ല. പിന്നെ എഡ്യൂക്കേഷൻ സൈക്കോളജി ലാസ്റ്റ് ചാപ്റ്റർ എക്സാമിന്റെ തലേ ദിവസമാണ് തീർന്നത്. അതിന്റെ ഒരു ഇതുണ്ടായിരുന്നു. കാരണം എനിക്കത് റെക്കോർഡ് ക്ലാസ് കാണാൻ പറ്റിയില്ലായിരുന്നു. എന്നാലും അത്യാവശ്യം മോക്ക് ടെസ്റ്റുകളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അത് മാത്രമേ ഉള്ളൂ. ഇംഗ്ലീഷ് കുഴപ്പമുണ്ടായില്ല മിസ്. വേഗം ആൻസർ ചെയ്യാൻ പറ്റി. എക്സാം അറ്റൻഡ് ചെയ്യാത്തവർക്ക് നോക്കണം എന്ന് പറഞ്ഞത് അത് എവിടെ കിട്ടണേ? ഞാൻ നോക്കിട്ട് കിട്ടിയില്ല, ക്ലാസ് റൂമിൽ ഇല്ല. എടാ മെയിൻ ഗ്രൂപ്പിൽ അതിന്റെ ലിങ്ക് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു എക്സാം കഴിഞ്ഞ സമയത്ത്. പക്ഷെ അതിനകത്ത് കേറിയിട്ട് ശരിയായില്ലല്ലോ, കിട്ടണില്ല. ക്വസ്റ്റ്യൻസ് ഒന്നും കണ്ടില്ല. ഏതൊരു മറ്റേ ക്ലാസ് റൂമിലേക്ക് എന്താ പോണേ? എന്താന്ന് അറിയില്ലല്ലോ. അന്ന് ജിഷ മിസ് പറഞ്ഞായിരുന്നു ഒന്ന് നോക്കിയാ മതി അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തവരുന്ന്. എക്സാമിന്റെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് ക്ലാസ് റൂമില്, പക്ഷെ ആൻസറോടെ എന്താണ് മിസ് ചോദിച്ചേ? സാറ്റർഡേ 7-7 അത് കഴിഞ്ഞ പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെ ചോദിക്കാൻ പറ്റില്ല. എനിക്ക് എക്സാം കഴിഞ്ഞ ഉടനെ കേറി നോക്കിയതാ, കിട്ടിയില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ചോദിക്കാൻ വിട്ടുപോയി. പിന്നെ കുറച്ച് തിരക്കായിരുന്നു. പക്ഷെ ഉത്സവമൊക്കെ ഗംഭീരായിരുന്നോ അവിടെ അമ്പലത്തിലെ സ്മാർട്ട് സ്ത്രീയുടെ അടുത്തുള്ള? എല്ലാരും പിക്സ് ഒക്കെ കണ്ടു. ജിഷാമിസ് ഇട്ടിട്ടുണ്ടായിരുന്നു സ്റ്റാറ്റസ്. അപ്പൊ ഞാൻ പറഞ്ഞു ആദിരാംസിനോട്, പറഞ്ഞില്ലല്ലോ ഒന്നും, ഉത്സവത്തിന്റെ കാര്യം അറിഞ്ഞില്ലായിരുന്നു.
അല്ലെങ്കിൽ ഇവിടെ നിന്ന് കുറച്ച് ദൂരേ ഉള്ളൂ വീട്ടിൽ നിന്ന് അമ്പലത്തിലേക്ക്. ഓ അങ്ങനെ അപ്പൊ എന്നോട് ചോദിക്കായിരുന്നില്ല, ഞാൻ പറഞ്ഞിരുന്നല്ലോ. മിസ് മറന്നുപോയില്ല, എന്നാലും പറയാം. ഓർമ്മ ഉണ്ടെങ്കിൽ വന്നേനെ. ഇന്റേൺഷിപ്പിൽ കുടുങ്ങിപ്പോയതുകൊണ്ടേ ഒന്നും. ഞാൻ എങ്ങനെ പറയാ, നല്ല ചോദിക്കേ, ഞാൻ എങ്ങനെ പറയാ. ആ ശരിയാണ് മിസ്, ഇതും ശരിയാണ്. നമ്പർ ഇല്ലല്ലോ. നമ്പർ ഇല്ലല്ലോ. അതെ. അപ്പോ ഉത്സവം നന്നായിരുന്നു, തിരിഞ്ഞിടക്കായിരുന്നു അവിടെ. പിന്നെന്താ? അയ്യോ മേ ബി അപ്പൊ മറ്റേ ക്വസ്റ്റ്യൻസ് ഒന്ന് പറഞ്ഞു കൊടുക്കും. എന്തോ അവിടെ കിട്ടും ക്ലാസ് റൂമിലോ? എന്താണ് ഗോപി എന്ന് പറഞ്ഞല്ലോ. ആ മിസ് ക്ലാസ് റൂമിൽ ക്വസ്റ്റ്യൻ ആൻസേഴ്സും കൂടി വന്നിട്ടുണ്ട്. മേ ബി മ്യൂട്ട് ചെയ്യൂ. പറയൂ ഗോപിക പറയൂ. മിസ്സേ ക്ലാസ് റൂമിന് ക്വസ്റ്റ്യനും ആൻസേഴ്സും കൂടി വന്നിട്ടുണ്ട്. ഇപ്പൊ ആൻസർ നോക്കിയതല്ലോ. അപ്പോ ടേം 1 ഓക്കെ ആയിരുന്നല്ലോ, ഇംഗ്ലീഷ് ആണെങ്കിൽ ഓക്കെ ആയിരുന്നല്ലോ. അതുകൊണ്ട് ഈ എക്സാമിന്റെ കാര്യം കേട്ടല്ലോ. ടേം 1 കഴിഞ്ഞിട്ടേ ഉള്ളൂ, അപ്പോൾ ടേം 2 പോവാണ്. എന്താണ് കേട്ടോ, എക്സാമിന് പാസ്പോർട്ടും ഇടാൻ പാടില്ല. ടീച്ചറിന്റെ ക്ലാസ്സില് കേട്ടല്ലോ. ഏകദേശം എക്സാം എങ്ങനെയാണെന്നൊക്കെ മനസ്സിലായല്ലോ. അതിന് പേര് ഡൗട്ടേ വേണ്ട. എക്സാമിന് മുന്നേ ഞാൻ പറയും, അപ്പൊ കേട്ടാ മതി. എല്ലാ ക്ലാസ്സിലും നിങ്ങൾ 15th ബാച്ച് അല്ലേ, 18th ബാച്ചിലും അതെ. എക്സാം എങ്ങനെ ഉണ്ടാവും? ഞാൻ അപ്പൊ ചോദിക്കും, എക്സാമിനെ കുറിച്ച് പറയുന്നുണ്ടാ? ഈ ടെൻഷനിക്കുന്നു, നിങ്ങൾ ടെൻഷൻ അടിച്ച് നേരത്തെ ആയില്ലേ? എക്സാം സിമ്പിൾ ആയിരുന്നില്ല. എക്സാം നിങ്ങൾ പഠിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് മാത്രമേ വന്നിട്ടുള്ളൂ. പക്ഷെ പഠിച്ചത് എന്തൊക്കെയോ നിങ്ങൾ പഠിച്ചു, ക്വസ്റ്റ്യൻ വന്നപ്പോ വളരെ സിമ്പിൾ ആണ്. അങ്ങനെ വരും, അവിടെ പേടിക്കണ്ട കേട്ടോ. ഇംഗ്ലീഷിനൊക്കെ നിങ്ങൾക്ക് എന്തായാലും പാസ്സാവും നിങ്ങൾ. പോരെ? അപ്പൊ പാസ്സാക്കി തരാം, അത് എനിക്ക് പറയാൻ പറ്റൂ അല്ലേ? ശരിക്കണ്ട. ഓൾ പാസ് ഉണ്ടാവും. ഇതും കേട്ടില്ല ബേബിയ. പണ്ട് സ്കൂളിലെ പോലെ ഓൾ പാസ് ഉണ്ടാവും. പഠിക്കാൻ വേണ്ടി ഉദ്ദേശമൊന്നും ഇല്ല അപ്പൊ അല്ലേ? പാസ്സാക്കി വിടണം. ഞാൻ പറയാന്നല്ലേ, അവിടെ മാനേജ്മെന്റിൽ പഠിപ്പിക്കാന്ന് പറഞ്ഞില്ല, പാസ്സാക്കി പറയും. പഠിക്കാം, അല്ല ഇനി എങ്ങാനും നമ്മള് ചെറുതായിട്ട് അങ്ങനെ പഠിക്കാൻ പറ്റിയില്ലെങ്കിലോ അല്ലെ? പഠിക്കുന്നുണ്ടോ? ഇല്ല, പഠിക്കാൻ ഞാൻ ക്ലാസ് കേട്ടിട്ടാണ് എക്സാം എഴുതിയത്. ഇന്റേൺഷിപ്പിന്റെ ഇടയിലായിരുന്നല്ലോ. അടുത്ത എക്സാമിന് ഒരു പരിപാടിയും ഇല്ല മിസ്. എക്സാമിന് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കും. ഷുവറാണ്. നെക്സ്റ്റ് എക്സാം ഒക്കെ സിമ്പിൾ ആയിരിക്കുന്നേ. ഞാൻ ക്വസ്റ്റ്യൻ വന്ന് പറഞ്ഞുതരട്ടെ എക്സാമിന് മുൻപ്. അതാണ് മിസ്, അതും എനിക്ക് മിസ്സായി പോയി. ആ ക്വസ്റ്റ്യൻസും മിസ്സായി പോയി. അതുകൊണ്ട് ഞാൻ എക്സാം കഴിഞ്ഞിട്ടാണ് ആ ക്ലാസ് കേട്ടത്. ആദിരാമിസിന്റെ ക്ലാസ് മിസ്സായി പോയി. ആദിരാമിസിന്റെ ക്ലാസ്സും ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസും മിസ്സായി പോയായിരുന്നു. ടെക്സ്റ്റും ഇല്ലാത്ത ടെക്സ്റ്റ് പോയതുകൊണ്ട്. മനസ്സിലാവുന്നുണ്ട് ആ ക്ലാസ് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആയിരുന്നു എന്ന്. ഇംഗ്ലീഷിന്റെ ആണോ മിസ്? ഞാൻ പറയുന്നില്ല, മനസ്സിലാവുന്നുണ്ടോ? എല്ലാ ക്വസ്റ്റ്യൻസും വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ക്ലാസ്സിൽ. അത് പക്ഷെ എക്സാം കഴിഞ്ഞിട്ടാ കേൾക്കാൻ പറ്റിയത്. അതെ മിസ്സേ, അല്ല മിസ്സേ, പക്ഷെ ഇത്രയും പറഞ്ഞല്ലേ, എന്തായാലും 80 മാർക്സ് എനിക്ക് കിട്ടി.
ഞാൻ ഡിസ്റ്റിങ്ഷനോടെ പാസ്സായി. എനിക്ക് അത് മതി. ഞാൻ വളരെ ഹാപ്പിയാണ്. മിസ് 85. ഞാനും ഹാപ്പിയാണ്. മിസ് ഇംഗ്ലീഷിന് ഫുള്ളുണ്ട് മിസ്. പക്ഷെ എഡ്യൂക്കേഷൻ സൈക്കോളജി പഠിച്ചില്ലായിരുന്നു ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. ഇംഗ്ലീഷ് നമുക്ക് ഫുൾ ഉണ്ട്. ഓ മിസ്സേ ഫുള്ള് ആർക്കും ഇല്ല മിസ്. ഇംഗ്ലീഷിന് ഫുള്ള് കിട്ടി. ഇപ്പൊ ആ ഫുള്ള് മാർക്ക് ഇംഗ്ലീഷിന്റെ 1 മാർക്ക് പോലും പോയിട്ടില്ല മിസ്സേ. എനിക്കും എഡ്യൂക്കേഷൻ സൈക്കോളജി, അതായത് ഇന്റേൺഷിപ്പിന് പോയത് കൊണ്ട് ക്ലാസ്സുകൾ മിസ്സായി. കാരണം രാത്രി വന്നിട്ടും ഞാൻ PSCയുടെ ഓൺലൈൻ ക്ലാസ് എടുക്കുന്നത് കൊണ്ട് എനിക്ക് നമ്മുടെ ക്ലാസ്സൊക്കെ പെൻഡിങ് ആയിരുന്നു. അപ്പോ അതിന്റെ ഒരു കുറവുണ്ടായിരുന്നു. പക്ഷെ വെള്ളിയാഴ്ച വൈകുന്നേരമാണ് ഇരുന്ന് പഠിച്ചത് മിസ്. ഇന്റേൺഷിപ്പിന് പോയോണ്ട് വെള്ളിയാഴ്ച വൈകുന്നേരം ഇരുന്ന് മോക്ക് ടെസ്റ്റുകൾ ഫുള്ള് ഇങ്ങനെ അറ്റൻഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുവായിരുന്നു. പഠിച്ചിട്ടുണ്ടായിരുന്നു. പഠിച്ചത് വേഗം അറിയാൻ പറ്റും. കമ്പൈൻ സ്റ്റഡിയിൽ ഞങ്ങള് 3-4 പേരും കൂടി പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഏകദേശം ഓക്കെയാണ്. അല്ലാതെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് തലേ ദിവസമൊക്കെ എടുത്തത് കുറച്ച് ഇതായിരുന്നു. ഈ ചോദ്യം എന്നോട് ചോദിക്കുന്നത് അല്ലേ? എന്റെ ക്ലാസ് എത്രത്തോളം യൂസ്ഫുൾ ആയിരുന്നു പറയും. എനിക്ക് അങ്ങനത്തെ ക്ലാസ് ഇല്ലായിരുന്നു. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്ന ക്ലാസ് ഇനി ഉണ്ടാവില്ല. അയ്യോ ഫുള്ളൊന്നും വേണ്ട, പാസ് മതിയല്ലോ. നബി പറഞ്ഞ പോലെ ഓൾ പാസ് ആണ്. പാസ് മതിയല്ലോ, ഫുള്ളൊന്നും വേണമെങ്കിൽ വേണ്ട മാം, തായോ മാം ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ്. അതില്ലേ മിസ് 2 ലക്കുണ്ട്. ഒരെണ്ണം ശരിയായ 2 മാർക്ക്, പക്ഷെ ഒരെണ്ണം തെറ്റിയ 2 മാർക്ക് പോകും. നോട്ട് ദ പോയിന്റ്. 50 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. എടി മുത്തേ നീ ഇത് കേക്ക്. 50 ക്വസ്റ്റ്യൻ 100 മാർക്കിനാണ്. അപ്പൊ ഒരു ക്വസ്റ്റ്യന് 2 മാർക്ക് വെച്ച് തന്നേ പോലും. നമുക്ക് നെഗറ്റീവ്സ് ഇല്ലല്ലോ. നെഗറ്റീവ് ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്തേനെ? 0 കിട്ടിയാണ്. നെഗറ്റീവ് ഉണ്ടായിരുന്നു. ശരി, ഇംഗ്ലീഷ് രക്ഷപ്പെടുത്തി തരാം, കഴിക്കണ്ട. അതും പറഞ്ഞ് പഠിക്കാതിരിക്കരുതോ. എക്സാമിന് വേറെ, പക്ഷെ ഇതെല്ലാം പഠിക്കണത് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. ഇമ്പോർട്ടന്റ് ആണ്, മനസ്സിലാക്കി തന്നെ പഠിക്കണം. എക്സാം ടെൻഷൻ അടിക്കുന്നത്. എക്സാം അല്ലേ, അതായത് നമ്മൾ ഇത്രയും നാളെ പഠിച്ചതിന്റെ റിസൾട്ട് അല്ല എക്സാമിന് വരുന്നത്. അതുകൊണ്ട് സീരിയസ് ആയിട്ടില്ല, പക്ഷെ പഠിക്കണം, നന്നായിട്ട് പഠിക്കണം. വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും. ഇന്റേൺഷിപ്പിൽ പോയവർക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും ഇംഗ്ലീഷ് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ്. സ്പോക്കൺ ഇംഗ്ലീഷ് വളരെ മസ്റ്റാണ് മിസ്സേ. നമ്മൾ പഠിച്ചിരിക്കണം, എന്തെങ്കിലുമൊക്കെ സംസാരിക്കാൻ അറിഞ്ഞിരിക്കണം. എന്നെ കൊണ്ടാവുന്ന രീതിയിൽ ഞാൻ കുറേ ഹെൽപ്പ് ചെയ്യാം കേട്ടോ. ക്ലാസ് റൂം ഇംഗ്ലീഷ് ആണെങ്കിലും ഞാൻ ക്ലാസ്സിൽ മാക്സിമം ഷെയർ ചെയ്യാൻ പറ്റും. നോക്കട്ടെ, നമുക്ക് ടൈം പോലെയാണ്. ക്വസ്റ്റൻസ് കംപ്ലീറ്റ് ചെയ്യാൻ എനിക്ക് കുഴപ്പമില്ല. നോക്കാം, നമുക്ക് എന്തായാലും ഞാൻ ചെയ്യുന്നുണ്ട്. കുറച്ച് ഡെയിലി സെന്റൻസ്, ക്ലാസ് റൂം ഇംഗ്ലീഷ്, അതുപോലെ കുറച്ച് റീഡിംഗ് സ്കിൽ, ഇതെല്ലാം നമ്മൾ ഇംപ്രൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതിനുവേണ്ടി നമുക്ക് ഇപ്പോ നിങ്ങളുടെ ബാച്ച് വരെയേ ഉള്ളൂ ഇംഗ്ലീഷ് ഒരു ക്ലാസ് വീക്ക്ലി 1. പക്ഷെ 16th ബാച്ച് മുതൽ വീക്ക്ലി 2 ആണ് 2 ക്ലാസ് ഉണ്ട് ഇംഗ്ലീഷ്. കാരണം ഒരെണ്ണം നമുക്ക് സബ്ജക്ട് വൈസ് ക്ലാസ് കൊടുക്കാം, ഒരെണ്ണം നമുക്ക് ആക്ടിവിറ്റീസോ കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്യാം. അപ്പൊ കുറച്ച് നമുക്ക് ടൈം ഉണ്ട്. ഇപ്പൊ നിങ്ങളുടെ ബാച്ചിൽ നമുക്ക് ഒട്ടും ടൈം ഇല്ല. വീക്ക്ലി ഒരു ക്ലാസ് ആകുമ്പോൾ നമുക്ക് ഒട്ടും ടൈം കിട്ടില്ല. പോർഷൻസ് എടുക്കാനേ പറ്റുന്നുള്ളൂ. വേറെ എക്സ്ട്രാ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ നോക്കാം മാക്സിമം കുറച്ചുകൂടെ പതുക്കെ ഒരു സ്പീഡിൽ പോയി കഴിഞ്ഞാൽ ഇതെല്ലാം നമുക്ക് കവർ ചെയ്യാൻ പറ്റും. നിങ്ങളോട് കോപ്പറേറ്റ് ചെയ്യണം മാത്രം. തീർച്ചയായിട്ടും മിസ്സേ, നമുക്ക് സംസാരിക്കാൻ എന്തായാലും അറിഞ്ഞേ പറ്റുള്ളൂ. നമ്മൾ സ്കൂളിൽ ചെല്ലുമ്പോൾ നമ്മൾ എന്തായാലും അത് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. കാരണം ഒന്നും സംസാരിക്കാൻ പറ്റാതെ വരുമ്പോഴേ എന്തെങ്കിലും ഞങ്ങൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടാണ് പോണത്. എന്നാലും നമുക്ക് അവിടെ ചെന്നിട്ട് പെട്ടെന്ന് ക്ലാസ് എടുത്തോണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് ഒരു തപ്പല് വരും. കുഞ്ഞു കുട്ടികളായാലും കുഴപ്പമില്ല, വലിയ ക്ലാസ്സിലൊക്കെ ആണെങ്കിൽ നമ്മൾ പെട്ടുപോകുള്ളൂ. ശരിയാണ്, പക്ഷെ ഈ ചെയ്യേണ്ട ഒരു കാര്യമാണ് വളരെ വ്യക്തമായിട്ടും കറക്റ്റ് ആയിട്ടും ചെയ്യേണ്ട ഒരു കാര്യം. എന്തെങ്കിലും ഒരു ബുക്സോ അല്ലെങ്കിൽ ന്യൂസ് പേപ്പറോ ഇംഗ്ലീഷോ വായിക്കണം. ഡെയിലി വായിക്കണം. ഒരു മണിക്കൂർ നമ്മൾ അതിനു വേണ്ടി മാറ്റി വെക്കുക. ഒരു ഹാഫ് ആൻ അവർ നമുക്ക് റീഡ് ചെയ്യാനും, ഒരു ഹാഫ് ആൻ അവർ നമ്മൾ എന്തെങ്കിലും ഒരു പോഡ്കാസ്റ്റ്, BBC-യുടെയോ അല്ലെങ്കിൽ പോഡ്കാസ്റ്റോ അല്ലെങ്കിൽ വീഡിയോസോ ഒക്കെ കാണാൻ പാടില്ല, കേൾക്കുക. അപ്പൊ ലിസണിംഗ് സ്കില്ലോ കിട്ടുന്ന റീഡിംഗ് സ്കിൽ ഇംപ്രൂവ് ആവാണ്. അങ്ങനെ നമുക്ക് കുറച്ച് ഇംഗ്ലീഷ് വേർഡ്സ് ആണെങ്കിലും സെന്റൻസ് ആണെങ്കിലും കുറച്ച് അഡ്വാൻസ്ഡ് സെന്റൻസ് ആണ് നമുക്ക് കിട്ടും. അതെല്ലാം നോട്ട് ചെയ്ത് വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്യുക. പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുക. ഒരു C മോഡുലേഷനിൽ പ്രൊണൗൺസിയേഷനിലെല്ലാം നമ്മൾ പ്രാക്ടീസ് ചെയ്യുക.
പിന്നെ നമുക്ക് അത് എപ്പോഴെങ്കിലും യൂസ് ചെയ്യേണ്ടതായിട്ട് വന്നാൽ അല്ലെങ്കിൽ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത് വന്നാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി വിതൗട്ട് എനി ഹെസിറ്റേഷൻ നമുക്ക് പറയാൻ പറ്റും. കാരണം നമുക്ക് ഓൾറെഡി പ്രാക്ടീസ്ഡ് ആണ്, അറിയാം. അപ്പോ സെന്റൻസ് നമ്മൾ ഫെമിലിയർ ആണ്, ഫ്ലെക്സിബിൾ ആകും. പിന്നെ അതാണ് ഈ പറയുന്നത് വെള്ളി വീഴില്ല. വെള്ളി വീഴുന്നൊരു പേടി എല്ലാവർക്കും ഉണ്ടാകും ഒരു സംസാരിക്കുമ്പോഴാണെങ്കിൽ. സോ ആ ഒരു പേടി വരില്ല നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ. അതുകൊണ്ട് പ്രാക്ടീസ് മസ്റ്റ് ആണ്. അതുപോലെ സമയം കണ്ടെത്താം. ഈ പറയുന്ന പോലെ വായിക്കാനും കേൾക്കാനും ഉള്ള സമയം കണ്ടെത്താം. ഇതൊക്കെ ചെയ്താൽ മാത്രമേ നമുക്ക് ഇംപ്രൂവ്മെന്റ്സ് വരും. അല്ലാതെ ചുമ്മാ കുറെ ഗ്രാമേഴ്സും ഒക്കെ പഠിച്ചതുകൊണ്ട് ഒന്നും കിട്ടാൻ പോണില്ല. പക്ഷെ ഗ്രാമേഴ്സ് പഠിച്ചോടെ ഗുണം എന്ന് വെച്ചാൽ നമുക്ക് മിസ്റ്റേക്സ് വരാതെ നമുക്ക് കാര്യം പറയാൻ പറ്റും. നമ്മൾ തപ്പണ്ട, അയ്യോ ഇവിടെ ഹാസ് ആണോ ഇവിടെ ഹാവ് ആണോ ഒന്നും നമ്മൾ ആലോചിക്കുകയും വേണ്ട, നമുക്ക് അറിയാം. അപ്പൊ നമുക്ക് കുറച്ചുകൂടെ നമുക്ക് കോൺഫിഡന്റ് ആയിട്ട് സംസാരിക്കാൻ പറ്റും. അപ്പൊ ഗ്രാമർ നമുക്ക് ഓക്കെ ആക്കും, ഷുവറാണ്. ഗ്രാമർ വൈസ് നമ്മൾ പക്കിയിരിക്കും. പക്ഷെ ഇനി ചെയ്യേണ്ടത് സെന്റൻസ് നമ്മൾ പറയാൻ പഠിക്കണം. അതിന് ഹെൽപ്പ് ചെയ്യുന്ന വെച്ചാൽ കുറച്ച് റീഡിങ്, ന്യൂസ് പേപ്പർ ആയിരിക്കും കുറച്ചൊരു ബെറ്റർ. കാരണം അപ്ഡേറ്റഡ് ആയിരിക്കും. ഓരോ പുതിയ പുതിയ വേർഡ്സ് നമുക്ക് കിട്ടും. അതെല്ലാം നോട്ട് ചെയ്ത് വെച്ചാൽ മലയാളം കണ്ടെത്തിയിട്ട് അത് എവിടേക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും അവിടെയൊക്കെ നമ്മളത് യൂസ് ചെയ്യാം. അങ്ങനെ ആ വേർഡ് നമുക്ക് ഫെമിലിയർ ആകും. ഇപ്പൊ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഇംഗ്ലീഷ് വേർഡ്സ് നമ്മൾ ആഡ് ചെയ്യുന്നത് കൊണ്ടല്ലേ നമുക്കത് പറയാൻ പറ്റുന്നത്, അല്ലെ? ആ സമയത്ത് നമ്മൾ പറയാതിരിക്കുകയാണെങ്കിലോ ആ വേർഡ്സ് നമുക്ക് അറിയാൻ പറ്റില്ല. അറിയാം, പക്ഷെ നമുക്കത് വരില്ല. ഇപ്പൊ നമ്മൾ എവിടെയെങ്കിലും ഈ ഉപയോഗിക്കണം എന്ന് പറയാറുണ്ടോ? നിങ്ങൾ അത് ഉപയോഗിക്കൂ? ഇല്ല, നമ്മൾ യൂസ് പറയൂ. കാരണം നമ്മൾ ഏതോ ഒരു നിമിഷം യൂസ് ആഡ് ചെയ്തു സംസാരിക്കുന്ന ഇടയിൽ. പിന്നീട് എന്താണ് യൂസ് അത് അങ്ങനെ വന്നിട്ടേ ഇരിക്കും, ഓട്ടോമാറ്റിക്കലി വരും. ഇപ്പൊ ഞാൻ പറയുന്നത് ഓട്ടോമാറ്റിക്കലി. പിന്നെ മലയാളം എന്താന്ന് എനിക്ക് വലിയ കൊടുത്തൊന്നുമില്ല. ഇത് മലയാളം ഓട്ടോമാറ്റിക്കലി. അത് നമ്മളെന്താ സംസാരിക്കുന്ന ഇടയിൽ നമ്മളിങ്ങനെ കേട്ടുന്ന ഓരോ ഇംഗ്ലീഷ് വേർഡ്സ് ആണ്, അല്ലെ? ഇപ്പോഴും ഞാൻ പറയുന്ന ഇംഗ്ലീഷ് വേർഡ്സ് വാക്കുകൾ എന്നാണ് ഞാൻ പറയാ. അല്ല, ഇതെല്ലാം നമ്മൾ സംസാരിക്കുന്ന ഇടയിൽ നമ്മൾ ആഡ് ചെയ്ത് വരുന്ന കുറെ വേർഡ്സുകളാണ്, അല്ലെ? അതേപോലെ തന്നെയാണ് പുതിയ പുതിയ വാക്കുകൾ നമ്മൾ കണ്ടെത്തുക. അതെല്ലാം ഈ പറയുന്ന പോലെ ഇംപ്ലിമെന്റ് ചെയ്യുക. അങ്ങനെയാണ് നമ്മൾ പഠിക്കുന്നത്. ഇംഗ്ലീഷ് സെന്റൻസ് ആയിക്കോട്ടെ, വേർഡ്സ് ആയിക്കോട്ടെ, നമ്മൾ പഠിക്കുന്ന ഇംപ്ലിമെന്റ് ചെയ്യണം. പിന്നെ നമുക്കത് യൂസ്ഡ് ആണ്, ഫ്ലെക്സിബിൾ ആണ്. പിന്നെ എപ്പോ വേണം നമുക്കത് സംസാരിക്കാൻ പറ്റും. ഇങ്ങനെ പഠിക്കാൻ പറ്റൂ കേട്ടോ. അല്ലാതെ ഗ്രാമർ പഠിച്ചു കഴിയട്ടെ, അല്ലെങ്കിൽ കോഴ്സ് കഴിയട്ടെ എന്നൊന്നും നിങ്ങൾ ചിന്തിക്കണ്ട. ക്ലാസ് പോയി ജോലി കിട്ടട്ടെ എന്നൊന്നും ചിന്തിക്കണ്ട. ഇപ്പോഴും ഇന്നോടെ സ്റ്റാർട്ട് ചെയ്യാം. ഒരു അരമണിക്കൂർ വായിക്കാനും ഒരു അരമണിക്കൂർ കേൾക്കാനും പയ്യെ ടൈം ഇൻക്രീസ് ചെയ്യുക. നമുക്കതൊരു ഹാബിറ്റ് ആയിട്ട് മാറും, ഇഷ്ടം തോന്നും, ഒരുപാട് സമയം അതിനു വേണ്ടി സ്പെൻഡ് ചെയ്യാൻ തോന്നും. അങ്ങനെ നമ്മൾ പോലും അറിയാതെ നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കും. മനസ്സിലായോ? കാരണം ഇപ്പോ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഇഷ്ടമാണ്. പണ്ടത്തെ അപേക്ഷിച്ച് നിങ്ങൾ ഇംഗ്ലീഷിനെ ഇപ്പൊ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, ഇഷ്ടപ്പെടുന്നുണ്ട് ലാംഗ്വേജ്. പറ്റുള്ളൂ മിസ്സേ, സ്നേഹിച്ചേ പറ്റുള്ളൂ. സ്നേഹിച്ചേ പറ്റുള്ളൂ. പക്ഷെ പണ്ട് സ്നേഹിച്ചേ പറ്റുള്ളൂ എന്ന് പറയുമ്പോ ഇപ്പൊ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ട്. കാരണം നിങ്ങൾക്ക് കുറച്ചെങ്കിലും അറിയാം. അത് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്തു പോകും. കുറച്ചൊരു കാര്യങ്ങൾ മനസ്സിലാകും. നമുക്ക് വായിക്കുന്ന കാര്യങ്ങളുടെ മീനിങ് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നിങ്ങൾ അത് കണ്ടിന്യൂസ്ലി വായിച്ചുകൊണ്ടേ ഇരിക്കുകയുള്ളൂ. നിങ്ങൾ അറിയില്ല നിങ്ങൾ പഠിക്കുന്നത്. അങ്ങനെയൊക്കെ ആയിരിക്കണം. അല്ലാതെ നമ്മൾ ഇഷ്ടപ്പെട്ടിരുന്ന് പഠിക്കാൻ പാടില്ല. ഇഷ്ടത്തോടെ പഠിക്കാം. അങ്ങനെയാണെങ്കിൽ കൂടെ തന്നെ ഉണ്ടാകും, കിട്ടി പോകില്ല. ചുമ്മാ പറയുന്നല്ല കേട്ടോ. അല്ലാതെ നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കണം എന്ന് പറഞ്ഞ നടപടിയാവുന്ന കാര്യമല്ല. നിങ്ങൾ വിചാരിക്കാതെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കില്ല. ഇപ്പൊ ക്ലാസ് റൂമിൽ യൂസ് ചെയ്യേണ്ട ഇംഗ്ലീഷ് കുറച്ച് പഠിച്ചിട്ട് പോയിട്ട് അവിടെ പോയി ഇംപ്ലിമെന്റ് ചെയ്ത് നോക്കിയിരിക്കും. ഒരു പ്രാവശ്യം അങ്ങനെ പഠിച്ചു പോകേണ്ടേ ഉള്ളൂ. പിന്നെ അത് പഠിച്ചു നമ്മള് പിറ്റേ ദിവസം നമ്മൾ പറയും. അവിടെ നമുക്ക് ഈ നാണോ മാനൊന്നും പാടില്ല. അത് വേറെ കാര്യം. ഇതുപോലെ അവരെന്ത് വിചാരിക്കും, ഇവരൊക്കെ ജോലിച്ചോട്ടെ, നമ്മൾ പഠിക്കുന്നില്ലേ ഉള്ളൂ. ഇപ്പൊ നമ്മൾ എക്സ്പേർട്ട് ആകും, പെർഫെക്റ്റ് ആകും. ടീച്ചറാണല്ലോ. ടീച്ചേഴ്സിലും മിസ് നല്ലോണം സപ്പോർട്ടായിരുന്നു ടീച്ചേഴ്സ്. ഇംഗ്ലീഷ് ഞാനിപ്പോ മറന്ന് മലയാളം പറഞ്ഞാൽ അവർ തിരിച്ചിങ്ങോട്ട് ഇംഗ്ലീഷ് തന്നെ സംസാരിച്ച് വീണ്ടും ഇംഗ്ലീഷിലാക്കും. അങ്ങനെയൊക്കെ നല്ല സപ്പോർട്ടീവായിരുന്നു. ഇംഗ്ലീഷ് സംസാരിക്കാൻ നമ്മൾ പഠിക്കുന്നല്ലേ ഉള്ളൂ, അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ പോട്ടെ എന്ന് പറഞ്ഞിട്ട് അവര് സപ്പോർട്ടായിരുന്നു. എന്നുവെച്ചാൽ ഇംഗ്ലീഷ് പറയുമായിരുന്നു. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അവര് പറഞ്ഞു തരണമെന്ന് ഞാൻ പറയുമായിരുന്നു മിസ് ടീച്ചേഴ്സിനോട്. നമ്മള് പഠിച്ചു വരുന്നേ ഉള്ളൂ. നമ്മൾ ആരും എക്സ്പേർട്ട് ഒന്നല്ല, പെർഫെക്റ്റ് അല്ല. നമ്മൾ പഠിക്കുന്നേ ഉള്ളൂ. പിന്നെ വന്ന് കണ്ടാൽ മതി. ടീച്ചറാണ്, അയ്യോ തെറ്റി വരുന്ന മനുഷ്യന്മാരല്ലേ, മിസ്റ്റേക്ക് വരെ കാര്യങ്ങളും ഉണ്ടോ? ആയില്ല. അങ്ങനെ പറയണം. മിസ്റ്റേക്ക് വരാം. ഇവിടെ എനിക്ക് പോലും മിസ്റ്റേക്ക് വരാം. ഞാൻ പെർഫെക്റ്റ് ഒന്നല്ല ഇംഗ്ലീഷിൽ. എപ്പോഴും പറയാം ഇംഗ്ലീഷ് പെർഫെക്റ്റ് ഒന്നല്ല.
അത് ആരും പെർഫെക്റ്റ് അല്ല കേട്ടോ. നോൺ ഈസ് പെർഫെക്റ്റ്. ഇടാത്തതിന് ആരുമില്ല. പക്ഷെ നമ്മൾ ചെയ്യുന്ന കാര്യം നമ്മള് അതിൽ വളരെ കറക്റ്റ് ആയിട്ട് തന്നെ പഠിക്കുക. കോൺഫിഡൻസ് ഉണ്ടാവും. നമ്മൾ പറയുന്ന കാര്യത്തിൽ നമുക്ക് ഷുവർ ആയിട്ട് നമ്മൾ കോൺഫിഡന്റ് ആയിട്ട് പറയുകയാണെങ്കിൽ കുറച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അത്രയോ ഉറക്കം വരുന്നുണ്ടോ മെബിയ? ചെറുതായിട്ട് ഞാനെപ്പോ നിങ്ങൾ എല്ലാവരും ക്യാമറ വാങ്ങിച്ചു വെച്ചിട്ട് കളിക്കുന്ന ആലോചിക്കുന്ന അവസ്ഥ. പല പല എക്സ്പ്രഷൻ ഇവിടെ ഈ ടൈമില് മേബി ആ മ്യൂട്ട് ചെയ്തോളൂ കേട്ടോ. മ്യൂട്ട് ചെയ്തോ. അപ്പൊ ഹസ്ന അൺമ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡിസ്റ്റർബൻസ് അല്ല. അതേപോലെ മേബി അൺമ്യൂട്ട് ചെയ്യുമ്പോൾ ഭയങ്കര ഡിസ്റ്റർബൻസ് വരെ തന്നെ മ്യൂട്ട് ചെയ്യാം കേട്ടോ. സംസാരിച്ച ശേഷം മ്യൂട്ട് ചെയ്താണ്. ഈ ടൈമില് ഒരു 1:30 ഇപ്പൊ ശരിക്കും ഈ ടൈമില് ഫാനൊക്കെ ഇട്ട് ഇരുന്നൊക്കെ എല്ലാവരും ഫാനല്ലേ ആ കാറ്റ് ഭയങ്കര അറിയാണ്ടാണെങ്കിൽ പോലും കണ്ടു. അതല്ല ഇപ്പൊ ഭയങ്കര ചൂട് കാണാം അല്ലേ? അത് ഭയങ്കര ഭയങ്കര ചൂടാണ് മിസ്. ഭയങ്കര ചൂടാണ്. ഇനിയിപ്പോ ഏപ്രിൽ മാസം വരെ ഉള്ളൂ. നിങ്ങളുടെ ജൂൺ ബാച്ച് ആണല്ലേ? ടൈം ഉണ്ടല്ലോ, കൺവെക്കേഷന്റെ ടൈം ഉണ്ടല്ലോ. ജൂണിലായിരിക്കോ കോൺവെക്കേഷൻ? നിങ്ങള് പി ജിക്കില്ലേ? അപ്പോ പി ജി ആണ് മിസ്. പി ജി ഉണ്ട് പി ജിയോട് കഴിഞ്ഞിട്ടേ അത് കഴിഞ്ഞിട്ടേ. ഓക്കെ മിസ്. മെയ് ലാസ്റ്റത്തോടെ ഉണ്ടാവും. എക്സാം മെയ് ലാസ്റ്റത്തോടെ ഉണ്ടാവും എന്നാണ് ജിഷ മിസ് പറഞ്ഞതേ. ഞങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. മെയ് ലാസ്റ്റ് ആവുമ്പോ പിന്നെ ജൂണില് റിസൾട്ട് വന്നു. ജൂൺ ലാസ്റ്റോ ജൂലൈ ഫസ്റ്റ് ഒക്കെ കോൺവെക്കേഷൻ വരാം. അറിയാൻ പറ്റില്ല, ചിലപ്പോ നീണ്ടു പോകാം. എന്നാലും ഉണ്ടാവും, പെട്ടെന്ന് തന്നെ ഉണ്ടാവും കോൺവെക്കേഷൻ. ജൂൺ ജൂലൈ പ്രതീക്ഷിക്കാം. അപ്പോ മഴയൊക്കെ ആയിരിക്കുമല്ലോ. എത്തും എല്ലാവരും? എത്തും മിസ്, എന്തായാലും എത്തും. അനുമോൾ എവിടെയാണ്? സ്ഥലം എവിടെയാ? തൊടുപുഴയാണ് മിസ്സേ. ഓ കുഴപ്പമില്ലല്ലോ. മെബിയൊക്കെ വരുമോ? മെബിനെ നേരിട്ട് കാണണമെന്നുണ്ടെങ്കിൽ ഇല്ല, ഇവിടെ 3 പേരെ ഉള്ള കാരണം കൊണ്ട് ചെറിയൊരു പ്രശ്നം ഉണ്ടായേ ഉള്ളൂ. അത് ശരി. അപ്പൊ ഞങ്ങളെയൊന്നും കാണണ്ട അല്ലേ? അതെ, മിസ് പറഞ്ഞില്ലേ ഇത് മെബിയെ കാണണമെന്നുണ്ടെന്ന്. അപ്പൊ നമ്മളെ ആരെയും കാണണ്ട. ജേസി പിന്നെ മിക്കവാറും കാണാൻ സാധ്യതയുണ്ടല്ലോ. എന്നാലും ജേസി അവിടെ അടുത്തല്ലേ മിസ്സേ? അപ്പൊ മിസ്സിനെ കാണണമെങ്കിൽ അതിന് ജേസിക്ക് ഓടി അങ്ങോട്ട് വന്നാൽ മതി. ഞങ്ങളൊക്കെ ഇങ്ങ് തെക്കേ അറ്റത്ത് കൊല്ലത്താണ്. എന്നാലും വരും മിസ്സേ നിങ്ങളെയൊക്കെ കാണാൻ. ഇപ്പൊ മനസ്സിലായോ? ഞാൻ ഒരാളെ എടുത്തു പറയാതെ എന്തുകൊണ്ടാണ് ഇങ്ങനൊരു ചോദ്യം വരും. മനസ്സിലായോ? മെബിയാണ് പറയാൻ കാരണം എന്താ പറയുക? മെബി ഫുൾ ടൈം ഒരു ഉറക്കത്തൂകലും ഇതൊക്കെയാണ് അവിടെ ചെയ്യുന്നത്. ഞാൻ ഇവിടുന്ന് കാണുന്നത്. മെബി നേരിട്ട് ഞങ്ങളെ കുറച്ച് കാര്യങ്ങൾ പറയാം. നേരിട്ട് പറയാലോ. അത് ഇതൊക്കെ പറയാൻ പറ്റും. പബ്ലിക് ആണല്ലോ. മെബിയെ ഭയങ്കര ടെൻഷനാണ്. ഭയങ്കര ടെൻഷനാണ്. നമ്മളൊരു ആക്ടിവിറ്റി ചെയ്യാൻ പറഞ്ഞാലും മെബിക്ക് പേടിയാ. നമ്മളിങ്ങനെ പറഞ്ഞു ഇപ്പൊ തന്നെ പ്രയർ ഞാൻ പാടണോ എന്നാ ചോദിച്ചത്. അപ്പൊ അങ്ങനെയാണ് മെബി. ഇപ്പൊ കുറഞ്ഞു. ഇപ്പൊ ഞാൻ മിക്കവാറും സൈനിനൊക്കെ ചോദിച്ചുണ്ട്. എല്ലാ ക്ലാസ്സിലും എന്തെങ്കിലും ചെയ്യാൻ മാറി പോകേണ്ട വരുമ്പോ ഒന്ന് ഓഫാക്കി, ഇത്രേ ഉള്ളൂ. അല്ലെങ്കിൽ ഫുൾ ഓൺ ആക്കാറുണ്ട്. ക്യാമറ എപ്പോഴും ഓൺ ആയിരിക്കും മെബിയുടെ. എന്തെങ്കിലും പറയാൻ പറഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടുള്ളൂ. ഇപ്പൊ അത് മാറി. ഞങ്ങള് പറഞ്ഞു ഇപ്പൊ മെബിക്ക് പേടിയൊക്കെ മാറി. നന്നായിട്ട് പാട്ട് പാടും മിസ്സേ. മെബിയെ നന്നായിട്ട് പാട്ട് പാടും. പക്ഷെ പാടുവോ ഇല്ലയോ എന്നൊക്കെ പേടിയായിരുന്നു ആൾക്ക്. അപ്പൊ പാടി നന്നായിട്ട് പാടുന്നുണ്ട്. ഞങ്ങള് പറഞ്ഞത് അവൾക്ക് ഭയങ്കര പേടിയാ.
ശരിയാണോ പാടുന്നത്, നല്ലതാണോ എന്നൊക്കെ. ഇപ്പൊ കുറെയൊക്കെ മാറിയെന്ന് തോന്നുന്നു. നേരിട്ടൊക്കെ വരുന്ന കാണാം, ചെയ്യണം. സ്ഥലം എവിടെയാണ് വീട്? കോതമംഗലം. വരാം. പിന്നെ പിള്ളേരാരെല്ലാം അഡ്ജസ്റ്റ് ചെയ്തില്ല. വരണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പം അവിടെ ചേട്ടൻ അഡ്ജസ്റ്റ് ചെയ്തില്ലെങ്കിൽ ചിലപ്പോ പണി കിട്ടും. കോതമംഗലത്തുനിന്ന് എറണാകുളത്തിന് വരാൻ. ചേട്ടനോട് സംസാരിക്കാൻ എന്റെ വീട്ടിൽ പോണെങ്കിൽ കുറച്ചധികം ദൂരം ഉണ്ട്, അല്ലെങ്കിൽ അവിടെ കൊണ്ടാക്കായിരുന്നു. കുറച്ചധികം ദൂരം ഉണ്ട് എന്റെ വീട്ടിൽ കൊണ്ടാക്കണെങ്കിലും. എന്തെങ്കിലുമൊക്കെ ഒപ്പിച്ചിരിക്കണം. എന്തോ എന്റെ വീട്ടിലേക്ക് പോണെങ്കിൽ കുറച്ച് ദൂരം ഉണ്ട്. അപ്പൊ ഞാൻ ആ സമയമാകുമ്പോഴത്തേക്ക് ഇങ്ങനെ പറഞ്ഞ് ചോദിച്ചു വെക്കണം ഓർത്തിരിക്കണം. പ്രാക്ടിക്കൽ സെക്ഷനൊക്കെ ഇനിയിപ്പം ചോദിക്കണം. ഇട ദിവസം ആണോ? 3 പേരുണ്ടെന്ന് തോന്നുന്നു കുട്ടികളില്ലേ? 3 പേര് ഉണ്ട്. ആ അതെ. ഒരാൾ അംഗൻവാടി ഇപ്പൊ അമ്മൂമ്മമാരൊക്കെ ഞങ്ങളെക്കാളും ബിസിയാണ് മിസ്. അമ്മൂമ്മ ഒരു ന്യൂജൻ അല്ലേ പറയണ്ട. പണ്ടൊക്കെ നമ്മള് ഫോൺ ചെയ്തിരിക്കുമ്പോ നമ്മള് ചീത്ത പറഞ്ഞവര് ഇപ്പൊ അവരിന്ന് ഫോൺ ചെയ്തിട്ടുണ്ടാവും. നമ്മൾ ചീത്ത വരുമ്പോ വിഷയം മാറും, ഭയങ്കര സീനാവും. ഞാൻ ഫോൺ എങ്ങനെ എടുത്താ തലയ്ക്ക് വല്ലതും വട്ടം വല്ലതും ആയി പോകും. അങ്ങനെ ഇങ്ങനെ ചീത്ത രണ്ട്. ഇപ്പൊ എന്നോട് ഇങ്ങോട്ട് ചോദിക്കും, നീ ഇന്ന പരിപാടി കണ്ടില്ലേ? ഞാനിപ്പോ അത് ഡെയിലി കാണാറുണ്ട് യൂട്യൂബ്. TV ഇല്ല മിസ് അനിയന്റെ വീട്ടില്. അനിയന്റെ വീട്ടിലാണ് നിൽക്കുന്നത്. പക്ഷെ കറക്റ്റ് ആയിട്ടെല്ലാം അറിയുന്നുണ്ട് അമ്മ. എന്നോട് ഇങ്ങോട്ട് ചോദിക്കും. മാത്രല്ല മിസ് പുതിയ സിനിമകളൊക്കെ അമ്മ ആദ്യം കാണും. അപ്പൊ ഞാൻ ചോദിക്കും, ഞങ്ങക്ക് പോവാൻ പറ്റില്ലല്ലോ, അമ്മ കാണുന്നുണ്ടല്ലോ. മുത്തശ്ശിയുണ്ട്, മുത്തശ്ശീനെ കൊണ്ടുപോകും. അവര് 3 പേരും കൂടിയാണ്, സെറ്റാണ്. ഇളയ അനിയനും അമ്മൂമ്മയും മുത്തശ്ശി അമ്മ. ഇപ്പൊ ടിവിയുടെ ആവശ്യമില്ല ആർക്കും. TV വരണ്ട, സീരിയലൊക്കെ ഹോട്ട്സ്റ്റാറിൽ കാണാം. അതെ. വീട്ടിലെ ഫോൺ മിസ്സിന് ഹായ് തരുന്നുണ്ട് അവിടെ ഒരാള്. ഞാൻ കാണാറുണ്ട്. കാണുന്നുണ്ട്. ഓക്കെ. കാണാറുണ്ട്. അപ്പൊ പോസ്റ്റ് ചെയ്യുന്നുണ്ട് പല വീഡിയോസും. മിസ് ഞങ്ങള് സമയം പോകുന്നത്. How are you? How are you? Yeah, I'm always good. What about you? I'm fine. I am fine. ഗുഡ് എന്നാണ് പഠിപ്പിച്ചേക്കണേ അവരെ. ഞാൻ ഗുഡ് എന്നാ പഠിപ്പിച്ചേക്കണേ. How are you എന്ന് ചോദിക്കുമ്പോ സ്കൂളിലേ മാറ്റി പഠിപ്പിക്കൂ. നമ്മളെല്ലാം പഠിപ്പിച്ചൊരു വില ഉണ്ടാവില്ല, അത് വേറെ കാര്യം. എന്റെ മോക്ക് ഞാൻ പഠിപ്പിക്കുന്നത് കാര്യമില്ല. ഞാൻ പഠിപ്പിച്ചോണ്ടിരിക്കില്ല. അപ്പൊ ഞാൻ പഠിപ്പിക്കാൻ അങ്ങനെയാണ്. വീട്ടിലൊരു ടീച്ചറൊക്കെ ഉണ്ടെങ്കിൽ ഒരു വിലയില്ല. ഇല്ല മിസ്, അയാൾക്കിപ്പോ ഇങ്ങനെ ഓരോന്ന് കാണുന്നുണ്ടല്ലോ, അതൊക്കെ ചെയ്യണം. ലവ് ലൈക്ക് ക്ലബ് ഇതൊക്കെ ചെയ്യണതാ. അതിലേക്കാണ് ശ്രദ്ധ പോയേക്കണേ പറയുന്നു. ഇതിപ്പോ അവരെ സ്കൂളിൽ ടീച്ചേഴ്സ് പഠിപ്പിച്ചിട്ടുണ്ടാകും. അപ്പൊ ഞാൻ പറയണം അങ്ങനെ ഇങ്ങനെ പറയുന്ന അവര് പഠിപ്പിച്ചതാണ് സംഭവം. അതുകൊണ്ട് വലിയ മൈൻഡ്. ഞാൻ അവിടെ ചെല്ലുമ്പോ, ക്ലാസ്സിൽ ചെല്ലുമ്പോ എല്ലാ കുട്ടികളോട് ചോദിക്കും, How are you all എന്ന് ചോദിക്കും. അപ്പൊ അവരിങ്ങനെ കാണിക്കും, I am good. ചില കുട്ടികൾ പറയും I am fine. അങ്ങനെ ഓരോ ക്ലാസ്സിൽ ഓരോന്നാണ് മിസ്സുമാര് പഠിപ്പിച്ചേക്കുന്നത്. ഇപ്പൊ മനസ്സിലായി. ഞാൻ പണ്ടൊക്കെ പറയൂ നമുക്ക് പഠിപ്പിക്കാലോ, എനിക്ക് ഞാൻ ആലോചിച്ച് പഠിപ്പിക്കാലോ. പക്ഷെ ഇപ്പഴാണ് മനസ്സിലായത്. ഇതുവരെ ഞാൻ മര്യാദ കളിച്ച് പഠിപ്പിച്ചിട്ടേ ഇല്ല. ഞാൻ കുഴപ്പമില്ല, വെറുതെ കോഴ്സ് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചാ. ഫുൾ ടൈം ഇരുന്ന് പഠിക്കൂ എന്നൊക്കെ പറഞ്ഞ് ഇപ്പഴേ കോഴ്സ് ചെയ്യണ്ടല്ലോ. പഠിക്കുന്ന സമയം പഠിച്ചു. നമ്മളൊക്കെ അങ്ങനെയൊക്കെ തന്നെയല്ലേ പഠിച്ചത് അല്ലേ? ഒന്ന് പഠിക്കാതിനാണ് ഇപ്പൊ ഇരുന്ന് മോണ്ടിസോറി പഠിക്കുന്നത്. ഇപ്പൊ ഞാൻ ക്ലാസ് എടുക്കേണ്ടി വന്നത്. ഒന്ന് പറഞ്ഞാ കേൾക്കാത്തന്റെ ഇന്നനുസരിക്കുന്ന അത്ര ഉണ്ട് മിസ്. അത് മക്കളോടും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. അവരും അങ്ങനെയൊക്കെ തന്നെയാ.
എക്സ്പീരിയൻസ് വരുന്നല്ലോ, അല്ല അനുഭവങ്ങളാണ് പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ മതിയല്ലോ. ഒരുപാട് അങ്ങോട്ട് സന്തോഷിച്ചെടുക്കുന്ന സമയായി, ഇറങ്ങിയില്ല അല്ലെ? ഒത്തുമ്പാലിലേക്ക് പോയി സൈൻ ഔട്ട് ഉണ്ട്. പറഞ്ഞു വിടും. Thank you, ma'am, for your wonderful class. We are, after all this internship, it is very good to see you after a long time. Thank you, ma'am. We missed you. Thank you, miss. Thank you, everyone, for coming. Thank you, ma'am. Thank you, ma'am. ഒരു പാലം ഉണ്ടായാലും അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ പറഞ്ഞല്ലോ. ഞാൻ കുറച്ച് കാലം പറഞ്ഞപ്പോ എനിക്ക് സന്തോഷം. ഇനിയിപ്പോ ഞാൻ പറഞ്ഞു പറയുമ്പോട്ടോ താങ്ക്സ്. Okay, miss. Thank you, miss. എന്താ പറയാ Miss, disturbance കാരണം കേൾക്കാൻ പറ്റുന്നു. എന്തുവാടാവേ?